നിമിഷം കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മഹത്വാനാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ട് ആരംഭിച്ചിരിക്കുന്ന സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഞങ്ങൾക്ക് തൃപ്പാദപീഠത്തിലായിരിക്കാൻ സംഗതി വരുന്നതും ശബ്ദവും ഉയർത്തി ഹല്ലേലൂയ പാടാം. വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടി ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. മനുജനനം സ്തോത്രം ചെയ്യുന്നു. ശാലേം സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനികളുടെ ദാസന്റെ സാങ്കുട്ടി പാസ്റ്ററെ കൂട്ടുന്നു. പ്രാർത്ഥനയിൽ സഹായിച്ച ബഹുമാനിരായ കർത്തൃദാസന്മാർ 3 പേരും, ഈ പന്തലിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ബഹുമാനിരായ കർത്തൃദാസന്മാർ, എൻ്റെ സഹപഠന്മാരായ എല്ലാ കർത്തൃദാസന്മാർക്കും, പ്രാർത്ഥനയോടെ കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാനിരായ എല്ലാ ദൈവമക്കൾ, സംഗീത ശുശ്രൂഷ ചെയ്യുന്ന മാന്യ കർത്തൃദാസനും കുടുംബത്തിനും ടീമിൽപ്പെട്ട പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ചുമതലപ്പെട്ടവർ, എനിക്ക് ഈ വീട്ടിലെ ആളെ അറിയത്തില്ല, കണ്ടിട്ടില്ല ഇതുവരെ, വേറെ ഇടപാടാണ്. അപ്പൊ അത് ആ ചുമതലപ്പെട്ട കർത്തൃദാസനും അതിന് ഒത്താശ ചെയ്തത് ആരാന്നറിയത്തില്ല, അവർക്കെല്ലാം യേശുവിന്റെ നാമത്തിൽ വന്ദനം.
കീബോർഡ് വായിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ പാട്ടുകാരോട് എല്ലാവരോടും പറയും, എൻ്റെ ശബ്ദത്തിൻ്റെ മേളിൽ പോകരുത്. എൻ്റെ ശബ്ദം കൊള്ളുകയല്ല, ഞാൻ പാടി വെക്കുന്ന എന്നാന്ന് കേൾക്കണം. അതിനെ ഈ സാധാരണ കൺവെൻഷനിൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പെരുക്കുക ഭയങ്കര ബഹളമായി. ഇതൊക്കെ പറഞ്ഞ് പാട്ടും പലർക്കും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം അത്ര സുഖപ്രദമല്ല. പണ്ട് ഉണ്ണായി വാര്യര് നളചരിതത്തിൽ പറഞ്ഞു, ചലതല് ജങ്കാരം ചെടികളിൽ അങ്കാരം ഗോകുല പൂജിതങ്ങൾ കൊടിയകർണശൂലങ്ങൾ കുസുമ സൗരഭം നാസാ ഉപരസക സൈരിപം അതിദുഃഖ കാരണം ഈ നാരാമ സഞ്ചാരണം എന്ന് പറഞ്ഞ ശബ്ദം അത്ര സുഖപ്രദമല്ല കർണകൂടത്തിന്. എന്നിരുന്നാലും സന്തോഷം കൊണ്ടങ്ങ് പാടുക, കൂടെ കൂടെ ഞാൻ പാടും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധി സന്തോഷിക്കാം. നാളെയും മറ്റന്നാളും വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ കർത്തൃദാസന്മാരായി ഇവിടെ ശുശ്രൂഷിക്കുന്നത്. വളരെ പ്രശസ്തരാണ്. നാളെ എല്ലാവരും കൂടണം. മറ്റന്നാളും ഔവണ്ണം തന്നെ. അതിനിടയ്ക്ക് ഈ പോഷനാകുന്ന എനിക്ക് ഒരവസരം വീട് കിട്ടിയത് ഓർത്ത് ദൈവത്തിന് മഹത്വം. ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രിയിലും ആസ്വദിക്കട്ടെ. മറ്റു മുഖവരകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. വായിച്ച വാക്യം ദൈവദാസനെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. എബ്രായ ലേഖനം 10:37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. താമസിക്കുകയും. വളരെ പരിചിതമായ വേദശകലമാണ് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് ആധാരമായിട്ട് വായിച്ചത്. 1-2 വാചകത്തിൽ സാക്ഷ്യമായിട്ടൊന്ന് ഉറപ്പിച്ച് ദൈവവചനത്തിൽ നിന്ന് അമ്പിവാചകം പോലെ ചിന്തിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ പൊതുവിൽ പറയപ്പെട്ടതുപോലെയും ചിലർക്ക് അറിവുള്ളതുപോലെയും എൻ്റെ പേര് അനീഷ് എന്നാണ്. സ്വന്തം സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. കൃപയാല് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്ത് നിന്ന് ഞാൻ മാറ്റപ്പെടേണ്ടതായിരുന്നുവെങ്കിലും സർവജ്ഞനായ ദൈവം എന്നെ രക്ഷിച്ചു. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാതാവിൻ്റെ 2ാമത്തെ ഡെലിവറിലാണ് ഞാൻ ജനിക്കുന്നത്. വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചുവെങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാനിത് നിമിത്തം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർമാരെ പരിശോധിച്ച അനന്തരം പറഞ്ഞു, ഈ കേസ് ബുദ്ധിമുട്ടാണ്, കാരണം 1-ൽ കൂടുതൽ കുട്ടികളുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം, എന്തോ വേണമെന്ന് ചോദിച്ചു. എൻ്റെ പിതാവിനോടും മാതാവിൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടട്ടെ, കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ ഡെലിവറി നടത്തി. 1975 ഓഗസ്റ്റ് മാസം 13-ാം തീയതി രാത്രിയിൽ 9:45 കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മറ്റ് 2 കുട്ടികളെ പ്രസവിച്ചു. ഡോക്ടർമാർ വിധി എഴുതി കുട്ടികൾ 3 മരിച്ചുകൊണ്ട്. പിന്നെ മാതാവിന് ബ്ലഡ് കൊടുക്കുവാനും മറ്റു കാര്യങ്ങളെല്ലാം അവര് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം അധികാലത്ത് ഈ കുട്ടികളെ 3 മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്യുവാൻ വേണ്ടി ഒരു സിസ്റ്റർ വന്ന് ഒരു കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി, മറ്റേ കുട്ടിയെ മാറ്റിക്കിടത്തി. 3ാമത്തെ കുട്ടി എടുത്തപ്പോൾ അതിന്റെ കാലൽപ്പം ചലിച്ചു. അവർക്ക് സംശയം തോന്നി അതിലൊരു കുട്ടിക്ക് ജീവനുണ്ടെന്ന്. അവരോട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, അതിലെ ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ല സിസ്റ്ററെ, നിങ്ങളുടെ ഭയപ്പെട്ട് തോന്നിയതാ, ജീവനില്ല, കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അവര് വീണ്ടും വന്ന് കുട്ടിയെ എടുത്തപ്പോൾ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായി. വേഗത്തിൽ തന്നെ ഒരു ലേഡി ഡോക്ടർ അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് കുട്ടിയെ കാണിച്ചു. അവർ വന്ന് നോക്കിയപ്പോൾ അതിന് ജീവനുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ക്ഷണത്തിൽ തന്നെ ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റ് 2 ആൺകുട്ടികളെ മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്തു. 3ാമത്തെ കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഞാൻ മിക്കയിടങ്ങളിലും പറയാറുണ്ട്, ഇത്രയും പറഞ്ഞപ്പോൾ കുട്ടി ഏതാണ് പിടികിട്ടിക്കാണ്. പണ്ടൊരു യോഗത്തിന് സാക്ഷ്യമെല്ലാം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരമ്മ വന്ന് ചോദിച്ചാൽ കൊച്ചിപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞിപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാല് രക്ഷപ്പെടാൻ ദൈവം ഭാഗ്യം നൽകി. ഞങ്ങൾ ഹൈന്ദവരായതുകൊണ്ടും അന്നത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ അല്പം താല്പര്യരായതുകൊണ്ട് നേർച്ചകളും പൂജകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാണ് ഞാൻ വളർന്നതും എന്നെ വളർത്തി വന്നതും. വിസ്തരിക്കാൻ നേരമില്ല. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെയും മറ്റും ക്ഷേത്ര ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വളർന്നു വന്നത്. കൃപയാല് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം നൽകി. അതിന് മുഖാന്തരമായിട്ട് സുഖമില്ലാതെ വന്ന് ടൈഫോയിഡ് വന്നു കൂടി, ഹാർട്ടിനിലിപ്പം പ്രയാസമായി. അന്നത്തെ രീതി അനുസരിച്ച് ധാരാളം പൂജകളും നേർച്ചകളും ഒക്കെ കഴിച്ചു. വേണ്ട വിധത്തിൽ സൗഖ്യമൊന്നും ലഭിച്ചില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സകൾ ഏറെ നാള് തുടർന്നു. എങ്കിലും വേണ്ട വിധത്തിൽ ആശ്വാസമോ സൗഖ്യമോ ഒന്നും എനിക്ക് ലഭിച്ചില്ല. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന സമയമായി. വൃശ്ചിക വ്രതം ആരംഭിച്ചു. 1-ാം തീയതി മാലയിട്ട് വ്രതം നോക്കാൻ തുടങ്ങി. അതിന് 15-ാം ദിവസം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അതിനിടയ്ക്ക് ചില സംഭവങ്ങളുള്ളതെന്ന് ഞാൻ പറയാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല.
ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം നടക്കുന്നു. അപ്പൊ ഞാൻ ദൂരെ നിന്ന് യോഗം വീക്ഷിച്ചു. ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. അപ്പോൾ അവിടെ ഭയങ്കര പ്രസംഗമൊക്കെ, ഭയങ്കര ബഹളവും തുള്ളലും ചാട്ടവും ഭയങ്കര ബഹളം. ഞാൻ ദൂരെ ഒരു മരത്തിന് മറഞ്ഞിരുന്ന് യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാ. കഴുതയിലെ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ട്. ഭസ്മക്കുറികളും ചന്ദനലേപങ്ങളും ശരീരത്ത് ഉടനീളമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പ്രകൃതിയിലാണ് ഇങ്ങനെ വീക്ഷിച്ച് മരത്തിന് മറഞ്ഞിരുന്ന് യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഭയങ്കര ബഹളം, തുള്ളലും ചാട്ടവും ബഹളവും ഒച്ചപ്പാടും. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കിപ്പോഴും പലതും മനസ്സിലാകുന്നില്ല. പക്ഷെ 25 ഇതിനകത്ത് വന്നിട്ട് പലതും എനിക്കിപ്പോൾ പിടികിട്ടുന്നില്ല. ഒക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ഒന്നും പിടികിട്ടുന്നില്ല. ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ മരത്തിന് മറഞ്ഞിരുന്ന് ഇങ്ങനെ വീക്ഷിച്ചു. അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഈ പെന്തിക്കോസുകാര് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഹൃദയത്തിലെ ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. അപ്പൊ ഈ സമയത്ത് ടൈഫോയിഡ് അങ്ങ് കൂടി, ഹാർട്ടിന്റെ പ്രയാസമുണ്ട്, ഉദരം വീർക്കുക, നെഞ്ചിനകത്ത് കഠിനമായ വേദന, അസ്വസ്ഥത, പല ബുദ്ധിമുട്ടുകൾ. മരുന്ന് കഴിക്കുന്നു, ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നു. വേണ്ട വിധത്തിൽ സൗഖ്യമൊന്നും എനിക്ക് ശരീരത്തിൽ കിട്ടുന്നില്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ഹൃദയത്തിൽ ചിന്ത, ഇവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടും. എങ്കിലും അറച്ചും മടിച്ചു ഇവിടെ നിന്നു. പോകാൻ പല കാര്യങ്ങൾ ബുദ്ധിമുട്ടായി തോന്നി. അവരുടെ കൂടെ പോയി പ്രാർത്ഥിക്കും. എങ്കിലും മരത്തിന് ഇങ്ങനെ മറഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ യോഗസ്ഥലത്തിൽ നിന്ന് ഒരു പയ്യൻ ഇറങ്ങി എൻ്റെ സമീപയോട് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഈ പയ്യനെ, എനിക്ക് പരിചയമുണ്ട്, പയ്യനെ വിളിച്ചു ഞാൻ പറഞ്ഞു, മോനെ പാസ്റ്റോട് പറയാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഈ പയ്യനോട് പറഞ്ഞു. യവനത് കേട്ട മാത്രയിൽ പുറകോട്ട് ഓടി. ഇതുപോലെ സ്റ്റേജിലെ ദൈവദാസന്മാർ ഇപ്പോൾ അതിലൊരു കർത്തദാസനോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, ചാച്ചൻ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു, പാസ്റ്റർമാരല്ലേ വിടുവോ? ഒരു പാസ്റ്റർ മൈക്കുമായിട്ട് തന്നെ എഴുന്നേറ്റു. ആ സഹോദരൻ മുമ്പോട്ട് വരാൻ പറഞ്ഞത് അബദ്ധമായെന്നായി. അപ്പം വരാൻ പറഞ്ഞു, നിർബന്ധിച്ചു, വിളിച്ചു ക്ഷണിച്ചു. ഞാൻ പോകാൻ വിസമ്മതിച്ചിങ്ങനെ നിന്നെങ്കിലും അസുഖത്തിന്റെ കാഠിന്യവും പ്രയാസമൊക്കെ നിമിത്തം ഒടുവിൽ പോകാൻ പ്രാർത്ഥനയ്ക്ക് മുൻപോട്ട് ചെല്ലാൻ എന്ന് തീരുമാനിച്ചു. അറച്ചും മടിച്ചു വെക്കാന്നതിൽ മുൻപോട്ട് നടന്നു ചെന്നു. അന്ന് രാത്രി അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരെല്ലാം ഒന്നു ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസന്മാരിൽ ചിലര് എൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ആ രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. ഉദ്ദേശം അന്ന് രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. എന്നെ ആരും നിർബന്ധിച്ചതല്ല, പരപ്രേരണ കൊണ്ടൊന്നും വന്നതല്ല, ആരും ഒന്നും തരാമെന്നൊന്നും പറഞ്ഞ് വന്നിട്ടില്ല. എനിക്ക് പാര വെച്ചതല്ലാതെ ആരും ഒന്നും തന്നിട്ടുമില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇതൊന്നും മാറ്റുന്നതായിരിക്കും താങ്കൾ നല്ലത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാം നമുക്ക് തോർപ്പുഴ വെച്ചവരാ. അതുകൊണ്ട് എനിക്ക് ആരും എന്നെ നിർബന്ധിച്ചതല്ല, ആരും എന്നെ സമ്മർദ്ദം ഒന്നും ചെലുത്തിയതല്ല, മോഹന വാഗ്ദാനം ഒന്നും തന്നു വന്നതല്ല. ഒന്നറിയാം, യേശു എന്നെ രക്ഷിച്ചു. ഇപ്പൊ ചിലരൊക്കെ കർഭാവസി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഇപ്പൊ ഈ കുറെ പെണ്ണുങ്ങളെല്ലാം കൂടെ തിരിച്ചുകൊണ്ട് നിനക്ക് ജോണായിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോകും. സ്വോത്രം. ഞാൻ വെല്ലുവിളിച്ചാ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ആംബിയറുണ്ട്, എന്നെ കൊണ്ടുപോകണം, നീ എന്റെ പെടല് കൊണ്ടുപോയാൽ ഞാൻ വരികയില്ല. അവനെ കണ്ടാലൊന്നും പുറകോട്ട് പോകാനൊക്കത്തില്ല. നിന്നെ കാണുന്ന ജനങ്ങൾക്ക് പിന്നെ നോക്കാമൊന്നുമില്ല, നിന്നെ കാണും അന്ന് രാത്രി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെ ഈ മാർഗത്തിൽ ഒരുപാട് സർവ്വജനായ ദൈവം ഈ എളിയവനാകുന്ന എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ എപ്പോഴും പറയും, മെനക്കെട്ട് നടന്ന എന്നെയും വിളിച്ച് തോട്ടത്തിലാണ് എന്നുവെച്ച് പറഞ്ഞു, ജോലി ചെയ്യാൻ പറഞ്ഞു, ന്യായമായ കൂലി തരാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗ്യം ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരൊന്നുകൂടെ ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഈ കൃപയിൽ വന്നു അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ ഭദ്രമായി പരിപാലിച്ചു. കുടുംബമായിട്ട് ചങ്ങനാശ്ശേരിക്കടുത്ത് ഇപ്പോൾ പാർക്കുന്ന ഒരു മോനുണ്ട്. വൈഫ് ഞങ്ങൾ അവിടെ പാർത്ത് അവിടെ കുറിച്ചി IPCയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. ഇന്നാൾ ഒരാൾ ചോദിച്ചു, സഭാ ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഭയില്ല, ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ ചാടി പൊയ്ക്കൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. കർത്താവ് വഹിക്കുന്ന ഇടങ്ങളിൽ, ക്ഷണിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിനെ സാക്ഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകുന്നു. ഇന്ന് രാത്രി ഈ ഭവനത്തിന്റെ തണലിലും ബഹുമാനരായ നിങ്ങളുടെ നടുവിൽ യേശുവിനെ സാക്ഷിപ്പാൻ ദൈവം നൽകുന്ന വിലപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. ഞാൻ ഓരോ ശുശ്രൂഷയ്ക്ക് കയറി നിൽക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതിന്റെ പല കാരണത്തിൽ ഒരു കാരണം, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളെക്കാൾ കഴിവുള്ള, ജ്ഞാനമുള്ള, ശ്രേഷ്ഠതയുള്ള, സൗന്ദര്യമുള്ള, ജ്ഞാനമുള്ള, വിവേകമുള്ള നവരക്തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട എസ്കേൽ 28:11 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ വൈഡൂര്യം, മാണിക്യം, നഗവരണ്യ, കുച്ചിരാഗം, ഗോമേതകം, പത്മരാഗം, സുഗന്ധിരകൾ ഇത്യാദി രക്തങ്ങളാൽ നിർമ്മിക്കപ്പെടുകയും മൂടപ്പെടുകയും ജ്ഞാനസമ്പൂർണ്ണ, സൗന്ദര്യസമ്പൂർണ്ണമായ ശ്രാവികളും കെറൂബികളും ദൂതന്മാരല്ല, ഓടി ഓടി ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചു. ദൈവം കൊടുത്തില്ല. സൗന്ദര്യമില്ലാതിരുന്ന, കഴിവില്ലാതിരുന്ന പോഷനാകത എനിക്ക് നിങ്ങൾക്ക് ആ ഭാഗ്യം നൽകിയത്. നമ്മേക്കാൾ മിടുക്കന്മാരാ ദൂതന്മാർ, ശക്തിയുള്ള ദൂതന്മാർ. ഒരു ദൂതനല്ലയോ ഒരു രാത്രി ഇറങ്ങി 1,85,000 അടിച്ച് അത്രയ്ക്ക് കരുത്തുള്ള, ശക്തിയുള്ള ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ദൈവം കൊടുത്തില്ല. ബലഹീനരാകുന്ന, പോഷനാകുന്ന എനിക്ക് നിങ്ങൾക്ക് ദൈവം ഭാഗ്യം നൽകി. അതുകൊണ്ട് കയ്യം കെട്ടി വായം പൂട്ടിയിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ അത് വളരെ അനുഗ്രഹം തന്നെ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അതെ, നമുക്ക് വായിച്ച വാക്യത്തോടെ കൂടെ പുലർത്തി അഭിവാചകം പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാനാണ് കർത്താവിന് ശരണപ്പെടുന്നത്. എബ്രായ ലേഖനം 10:37 ഒന്നുകൂടെ വായിച്ചു കർത്തൃദാസനെ. ഇന്ന് വാക്യം വായിച്ചു ഒരുപാട് പേര് മൈക്ക് കൈ പിടിച്ചോണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ആഴമേറിയ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ 21 ലേഖനം, ആ ലേഖനങ്ങളിൽ 14 ലേഖനം പൗലോസിന്റെ ലേഖനം, ചിട്ടമുള്ള ലേഖനം, യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനം. ഈ ലേഖനം പഠിക്കുമ്പോൾ തന്നെ പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് 4ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. 1 രക്ഷാശാസ്ത്രം, 2 ക്രിസ്തുശാസ്ത്രം, 3 സഭാശാസ്ത്രം, 4 അന്ത്യകാല ശാസ്ത്രം. രക്ഷാശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ് റോമാലേഖനം, കൊരിന്ത്യ ലേഖനം 2. അടുത്തത് ക്രിസ്തുശാസ്ത്രം, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ, ഇതെല്ലാം ക്രിസ്തുശാസ്ത്രത്തെ പ്രകീർത്തിക്കുന്ന ലേഖനം. 3 സഭാശാസ്ത്രം, തീത്തോസിന്റെ ലേഖനം, തീമത്തിയോസിന്റെ 1-2 ലേഖനം സഭാശാസ്ത്രത്തെ സംബന്ധിച്ച ലേഖനമാണ്. അടുത്തത് അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ ലേഖനം, തെസ്സലോനിക്ക ലേഖനം 1-2 അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ ലേഖനമാണ്. എനിക്കിതെല്ലാം അടുക്കടുക്കായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, സമയത്തെ ഭയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ലേഖനങ്ങളെ തരംതിരിച്ചു പഠിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം പൗലോസ് എഴുതിയത് അല്ലെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന ചിലരുണ്ട്. ഇത് ബർന്നബാസ് ആണെന്നോ അപ്പൊല്ലോസ് ആണെന്നോ അപ്പോസ്തലന്മാർ ചിലരാണെന്നൊക്കെ ശഠിക്കുന്ന, വാദിക്കുന്ന ചിലരുണ്ട്. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന വേദപണ്ഡിതാവിന് ബോധ്യപ്പെടും പൗലോസാണ് ഈ ലേഖനം എഴുതിയത്. കാരണം ഇതിലെ അധ്യായങ്ങളെ, അധ്യായത്തിന്റെ ഘടനകളെ, പടിനിയമത്തിലെ പ്രവചന സൂക്തങ്ങള്, അധ്യായങ്ങൾ തരംതിരിച്ചിരിക്കുന്നത് പടിനിയമത്തിലെ വാക്യങ്ങളെല്ലാം ചേർത്ത് കോർത്ത് ഇണക്കി വളരെ ക്രമീകൃതമായി പുസ്തകത്തെ ചാർത്തി ചെലുത്തിയിരിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് എഴുതുവാൻ അസാധ്യമാണ്. അമേരിക്കയിൽ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പ്രാരംഭത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ 5 പുസ്തകവും അരച്ചു കലക്കി പഠിച്ചു കുടിച്ച് തിട്ടമുള്ള പൗലോസാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത്. ഓരോ പദങ്ങളും പ്രയോഗങ്ങളും അധ്യായത്തിന്റെ ഘടനകളും തരംതിരിച്ചുള്ള പ്രയോഗ വാക്യമൊക്കെ പഠിക്കുമ്പോൾ ഇത് പൗലോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എബ്രായ ലേഖനം പൗലോസ് എഴുതാനുള്ളതിന്റെ ഒരു കാരണം പഴയതിനേക്കാൾ ഏറെ നല്ലത് പുതിയത് എന്ന് തെളിയിക്കാനാണല്ലോ ലേഖനം എഴുതിയത്. ഒന്ന് റാന്നിക്കാരെ പഠിപ്പിക്കേണ്ട, നിങ്ങളെല്ലാം പഠിച്ചിങ്ങനെ ഒരുങ്ങിയിരിക്കുക. നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ നിങ്ങൾ ഇത് നോക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. പാസ്റ്റ് പോയിന്റ് വല്ലതും വിട്ടു പോകുന്നുണ്ടോ? ഞാൻ ഒരുമാതിരി ഒപ്പിക്കാം, നിങ്ങളുടെ അത്ര നോക്കുക. നിങ്ങളെല്ലാം തന്നെ ഇരിക്കുക. അതെനിക്ക് അങ്ങോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം. അപ്പൊ ഞാൻ നിങ്ങളൊപ്പം ഒന്ന് വരട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, എബ്രായ ലേഖനം പൗലോസ് എഴുതി. ഈ ലേഖനം എഴുതാനുള്ളതിന്റെ കാരണം എബ്രായ ക്രിസ്ത്യാനികളെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. കാരണം പറയാം, എബ്രായ വിശ്വാസികളെ പഠിക്കുമ്പോൾ ഇവർ യഹൂദ മതത്തിൽ നിന്ന് നസ്രായ മതത്തിലേക്ക് വന്നവരാ. മാർഗമെന്ന് ഞാൻ പറയുന്നില്ല, മാർഗമെന്ന് പറയണമെന്നാ പ്രയോഗം. പരസ്യോഗത്തിനാണേലും കൺവെൻഷനാണേലും പ്രസംഗിക്കുമ്പോൾ പറയും മാർഗം എന്ന് പറയണമെന്നാ. പക്ഷെ ഇപ്പൊ ഞാനങ്ങനെ മാർഗമെന്ന് പറയലില്ല. ഇപ്പൊ ഇതൊരു മതമായി തീർന്നിരിക്കുക. യഹൂദ മതത്തിൽ നിന്ന് ഈ ക്രിസ്തു മതത്തിലേക്ക് വന്നു. ഇപ്പൊ പെന്തിക്കോസിലാണെങ്കിലും മതത്തിലോട്ടാ വന്നേക്കുന്നത്. വലിയ മാനസാന്തരം ഒന്നും ആർക്കുമില്ല. കാരണം ആ പഴയതെല്ലാം ഇപ്പോഴും ഉണ്ട്. അതെല്ലാം ഞാൻ തെളിയിച്ചേ പോകുള്ളൂ, പോകരുത്.
പിടികൂടാതിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞ ആ പഴയത് അവനേക്കാൾ ഏറെ നല്ലതാണ് പുതിയത്. അത് തെളിയിക്കാനാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് എബ്രായ വിശ്വാസികൾ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നത്. യഹൂദ ജനമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ്. ദൈവം വിശേഷമായിട്ട് അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ജനത ജാതി ആരംഭിക്കുന്നത്. അപ്പോൾ ദൈവം തമ്പുരാൻ വിശേഷമായി തെരഞ്ഞെടുത്ത ജാതിയാണ് യഹൂദ ജാതി. യഹൂദന് വിശേഷതയുണ്ട്. വായിക്കാം റോമാലേഖനം 9:3-4. യഹൂദന്റെ വിശേഷത റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3-4. ജനപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് ആഗ്രഹിക്കുമായിരുന്നു. അടുത്ത പദം അവർ ഇസ്രായേലിൽ. അവര് ഇസ്രായേലിയർ. യഹൂദന്റെ വിശേഷതയാ അവർ ഇസ്രായേലിയർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും. കണ്ടോ, പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ആരാധന, ന്യായപ്രമാണ, വാഗ്ദത്തം അവർക്കുള്ളത്. അടുത്തത് പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പോൾ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ഇതെല്ലാം യഹൂദന്റെ വിശേഷതയാണ്. അപ്പൊ പുത്രത്വം, ന്യായപ്രമാണ, വാഗ്ദത്തങ്ങൾ, നിയമങ്ങൾ, ആരാധന, ചട്ടങ്ങളെല്ലാം യഹൂദന് അവർക്ക് മാത്രമാണ്. പിതാക്കന്മാരും അവർക്ക്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. ഇതെല്ലാം യഹൂദന്റെ വിശേഷതയാണ്. നമ്മുടെ നാട്ടിലെ ചിലർ യഹൂദന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ എവിടെയുണ്ട് നിങ്ങൾ യഹൂദന്മാരാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു സഭയിൽ ചെന്നപ്പോൾ ഒരു അമ്മ പറഞ്ഞു, ഞാൻ യഹൂദ ജാതിയാണ്, വിശേഷിച്ച് ബെന്യാമീൻ ഗോത്രക്കാരിയാണ്. അത്തള്ളയ്ക്ക് ഒരു ബോധമുള്ളതല്ല. ഇവിടെ യഹൂദനില്ല. നല്ല യഹൂദനെല്ലാം പോയി അവൻ ചാല് പിടിച്ചതെല്ലാം ഇവിടെ കിടക്കുക. എഴുന്നേറ്റ് പോകരുത്. സ്തോത്രം. നീ മേല് വിളിക്കുകയെന്നുള്ളു. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേക്കാൻ ഞാനും പോകുന്നുള്ളൂ. ഗുണമാകുകയെന്ന് ഇന്ന് ഗുണമായിക്കോണം. അവിടെ യഹൂദ ജാതിക്ക് വിശേഷതയുണ്ട്. പുത്രത്വം, ന്യായപ്രമാണം, വാഗ്ദത്തം, ആരാധന, നിയമം, ചട്ടം അവർക്ക്. പിതാക്കന്മാരും അവർക്ക്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. ഇത് വേറൊരു ജാതിക്കുമില്ല. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള യഹൂദ ജാതി യഹൂദനെ കണ്ടാലറിയാം. പിന്നെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. അതിലെയോ തെളിവ് നമ്മുടെ കർത്താവാകുന്ന യേശു മിശിഹാ ശിഷ്യന്മാരുമായി ശുശ്രൂഷ ചെയ്ത് വരുന്ന വേളയിൽ ഒരിക്കൽ സുഖാർ എന്ന പട്ടണത്തിൽ കൂടെ യേശു മിശിഹാ പോയി. അങ്ങനെ പോയപ്പോൾ കിണറ്റിങ്കരെ കർത്താവ് ചെന്നു. ആ ഒരു സഹോദരി വെള്ളം കോരാമെന്ന വിഷയമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സഹോദരിയോട് മിശിഹാനെ വരാൻ ചോദിച്ചു, സ്ത്രീയെ കുടിക്കാൻ ഇപ്പം വെള്ളം തരിക. ഉടനെ വെള്ളം ചോദിച്ചുടനെ അവൾ തിരിച്ച് മറുപടി പറയുക, യഹൂദനായ നീ ശമരിയാക്കാരിയായ എന്നോട്. അപ്പൊ അവനെ കണ്ടപ്പോഴേ പിടികിട്ടി അവൻ യഹൂദനാ. നല്ല യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. നല്ല ബെന്തിക്കോസുകാരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. നീ ഉഴപ്പി നടക്കുന്നതുകൊണ്ട് ആർക്കും നിന്നെ പിടികിട്ടാതെ. ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം. അവിടെ അല്പം ഇവിടെ അല്പം. അവിടെ ചെല്ലുമ്പോ തങ്കൂന്റെ ഇവിടെ ചെല്ലുമ്പോ തങ്കൂനെ പോലെ, താരും ഇവിടെ ചെല്ലുമ്പോ താരും. IPC വരുമ്പോ IPC. ചർച്ചക്കോടി പോകുമ്പോ നിനക്ക് തന്നെ വെളിവില്ല നീ എവിടാണ്. സ്തോത്രം. അതിനെ ഈ പഴയത്തിലൊരു പ്രയോഗമുണ്ട്, തരം കിട്ടുന്നിടത്ത് പാർക്കുന്നൊരു ലേവ്യൻ. ഞാൻ അഭിമാനത്തോടെ പറയാ, ഞാൻ പെന്തിക്കോസുകാരാന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ആളാണ്. ഒഴപ്പെന്തിക്കോസുകാരൻ എനിക്കത് വിഷയമല്ല. ഞാൻ പെന്തിക്കോസുകാരാന്ന് പറയുന്നതിൽ അഭിമാനം ഊറ്റം കൊള്ളുന്ന ആളാണ്. അവൻ നല്ല യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. അതുകൊണ്ട് കണ്ടുടനെ അവള് പറഞ്ഞു, യഹൂദനായ നീ ശമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ വെള്ളം ചോദിച്ചു. അപ്പൊ യഹൂദനെ കണ്ടാൽ അറിയാം. അവർക്ക് വിശേഷതയുണ്ട്, പ്രത്യേകതയുണ്ട്. അത് വിസ്തരിക്കാൻ നേരമില്ല. അപ്പോൾ ഈ എബ്രായ വിശ്വാസികൾ യഹൂദ മതം വിട്ട് നസ്രായ മതത്തിന്റെ പുറകെ വന്നു. എന്റെ ഭാഷയിൽ പറഞ്ഞ അന്നേരത്തെ ആ പൂതികളൊക്കെ തിരിഞ്ഞ് വന്നതാ. ആ ഒരു പൂതികളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറെ പേര് ഇതിനകത്ത് വന്നു. അങ്ങനെ വന്ന് കുറെ കഴിഞ്ഞ പുളിമരുന്നെല്ലാം വിട്ടേച്ച ഇതിനകത്ത് വന്നത്. എന്തൊക്കെയാ വിട്ടത്? യെരൂശലേം പള്ളി ഭയങ്കര കത്ത്, വലിയ പള്ളിയാ വിട്ടേക്കുന്നത്. വലിയ പള്ളി വിട്ടേച്ച് വന്നു. ആ പള്ളിയാണെങ്കിൽ പ്രൗഢഗംഭീരമായ പള്ളി. ആ 3 വശങ്ങൾ അതൊക്കെ നിങ്ങൾക്കറിയാം. പ്രാകാരം, വിശുദ്ധ തലം, അതിപരിശുദ്ധ തലം. അതിപരിശുദ്ധ തലത്ത് മഹാപുരോഗതൻ ആണ്ടിൽ ഒരിക്കൽ അവരോഞ്ഞ പൗരോഹിത്യ പ്രകാരം പുരോഗതൻ അങ്ങോട്ട് കയറും. നീളക്കുപ്പായം, നിലയ്ക്ക് നടുക്കത്ത് ഏകോദം, ആർപ്പതക്കം, കല്ലുകൾ ഇതൊക്കെ വെച്ച് തലമുടി ഉള്ളങ്കി മേലങ്കി ഇതൊക്കെ ഇട്ട് നല്ല പരുവത്തിനെ കണ്ട നമ്മൾ കവണ്ട് വീടും. പുരോഗതനെ കണ്ട ചില ആൾക്കാർ നിങ്ങളുടെ ഉപദേശിമാരെ കണ്ട എന്തിനു കൊള്ളാം, കാണാനൊക്കെ ഇങ്ങനെയൊക്കെ മതി, പരുവന്ന കാര്യം നടക്കണേ ഞങ്ങളെ വിളിക്കണം. മറ്റേതിങ്ങനെ കെട്ടും പെട്ടിയും മടിയും കൊടയാട്ടിരിക്കുന്ന നല്ലാതെ കാര്യമൊന്നുമില്ല. അതിനെ ഞങ്ങളെ വിളിക്കുന്നു ഓത്തിന് ഞങ്ങളുടെ കൂടെ. അപ്പോൾ യെരൂശലേം പള്ളി തലകിടപ്പോടെ നിൽക്കുന്ന വലിയ പള്ളി.
ഈ ശലോമോന്റെ കാലത്ത് ദൈവാലയം ഭയങ്കര ശ്രേഷ്ഠമാണ്. ഹീരാമരുടെ തടി ചോദിച്ച് കൊണ്ടുവന്ന് നദിവഴി കിടത്തി കൊണ്ടുവന്ന് സൂമിൽ കൊണ്ട് തടി വലിച്ചു കയറ്റി ആചാര്യമാരെ എല്ലാം അവിടെ നിർത്തി നിന്ന് പണിയിച്ച ദൈവാലയം തലകെടുപ്പുള്ള പ്രൗഢ ഗംഭീരമായ ഋഷലിയും വെല്ലുവിളി 3 വശങ്ങൾ ഉപകരണങ്ങൾ പലതും സ്വർണം കൊണ്ട് തങ്കം കൊണ്ട് നിർമ്മിതവും തങ്കത്താൽ പൊതിയപ്പെട്ട ഉപകരണം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ദൈവാലയത്തിലുണ്ട്. നിന്നതിലേക്ക് ശുശ്രൂഷിക്കുന്ന പുരോഗത വൃന്ദങ്ങൾ. കൂറിന്റെ ക്രമം 24 കൂറ്, അബിയ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറ്. അപ്പോൾ കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഗതന്മാർ, ഇവരെ എല്ലാം നിയന്ത്രിക്കുവാൻ മഹാപുരോഗതൻ സ്ഥാനത്തിന്റെ വേക്ഷ വിഭൂഷിതനായിട്ട് മഹാപുരോഗതൻ ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ വളരെ പ്രൗഢഗംഭീരമായ വിഷയങ്ങളാണ്. അല്ലെങ്കിൽ യെരൂശലേം വെല്ലുവിളി, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, ജാതിയിൽ ശ്രേഷ്ഠത, അവകാശങ്ങൾ മുഴുവൻ അവർക്ക്, എന്തിനേറെ വിസ്തരിക്കാൻ നേരമില്ല. ഇതെല്ലാം ഉള്ള യഹൂദ ജാതി അത് വിട്ടേച്ച് യേശുവിന്റെ പുറകെ ഇറങ്ങി. യേശുവിന്റെ പുറകെ അന്നാരത്തെ പൂതിയിളക്കത്തിന് പോകുന്നതാ. കർത്താവിന് മഹത്വം വന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാ പരിവേഗരാന്ന് മനസ്സിലായി. കാരണം യേശുവിന്റെ കൂടെ വന്നപ്പോ പുള്ളിയുടെ കയ്യിലൊന്നുമില്ല. യേശുവിന്റെ കയ്യില് ഒന്നുമില്ല. കയറി കിടക്കാൻ വീടില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, കരം കൊടുക്കാൻ കാശില്ല, വീടൊന്നുമില്ല കയറി കിടക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ വചനം പഠിക്കുന്നല്ലോ, ജനമെല്ലാം ഭക്ഷിച്ച് തൃപ്തിപ്പെട്ട് രോഗശാന്തി കിട്ടിച്ച താങ്കളുടെ വീട്ടിൽ പോകും. യേശുവോ മലയ്ക്ക് പോയി. ഇല്ല, മല മറ്റേ മലയല്ല, ഒലിവ് മല. ഒന്നാമത് കഴിച്ചു യേശു മലയ്ക്ക് പോയായിരുന്നു, ആ മലയല്ല. അപ്പൊ ജനമെല്ലാം താങ്കളുടെ വീടുകളിലേക്ക് പോയി. യേശുവോ ഒലിവ് മലയ്ക്ക് പോയി. അപ്പൊ രാത്രി മുഴുവൻ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കും. അതിനൊരാശയം പറയാം, കിടക്കാൻ വീടില്ല. സ്തോത്രം. പാടാൻ വയ്യ, ഇവർക്ക് പാട്ടും അറിയാൻ വയ്യ. എനിക്ക് പാട്ടറിയാം, പാടാൻ വയ്യ. അവർക്ക് പാട്ടറിയത്തില്ല, പാടാൻ അറിയാം. ഇത് പിന്നെ എങ്ങനെ ഒപ്പിക്കുമോ? അപ്പൊ ഉപദേശിച്ച് പാട്ട് പാടാം, സാകുടിച്ചാൻ അറിയാമല്ലോ. അപ്പൊ പാട്ടിങ്ങനെ ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം വണ്ടിയില്ല, കടം കൊടുക്കാൻ കാശില്ല, ഒന്നുമില്ല. യേശു ഇവർ അമാരത്തെ ഭൂതികളൊക്കെ ഇറങ്ങി വന്നതാ. വന്നു കഴിഞ്ഞപ്പോഴല്ല പരിവകേടായെന്ന് അറിഞ്ഞത്. അവസാനം പ്രയാസമായി. അപ്പൊ ഇവരുടെ ഒരു ചിന്ത വിട്ടുപോകുന്നത് മണ്ടത്തരമായോ. ഈ കർത്താവ് ആദ്യമൊക്കെ അത്ഭുതവും അടയാളവും ഒക്കെ ചെയ്തെങ്കിലും കുറെ കഴിഞ്ഞപ്പോ യേശു ഉപദേശത്തിൽ കയറി. യേശു കർത്താവ് ഉപദേശത്തിൽ കയറി. അപ്പം തന്നെ വലിയതുള്ളായിരുന്നു. രോഗശാന്തിക്കാൻ തെള്ളോട് എന്തോ തള്ള രോഗശാന്തിക്കും ഇടിച്ചു നിൽക്കുക. അതിലെയോ ഇടിച്ച് തെള്ളായതുകൊണ്ട് എനിക്ക് ഒരു സഹോദരി ദേഹത്തെങ്ങാണ്ട് തൊടാൻ വന്നതാ. തെള്ള് കാരണം തൊട്ടപ്പോ തുണിയല്ല കൊണ്ടത്, ദേഹത്ത് തൊടാൻ വന്നതാ. കയറി തൊട്ടപ്പോ തുണി ഉള്ളതാട്ടെ. അവക്കും സൗഖ്യം കിട്ടി. തപ്പൻ അവർക്ക് സൗഖ്യം. അന്നാലും വിശുകാലം വരാൻ ചോദിച്ചു, എന്നെ തൊട്ടതാര്? പീറ്റർ പറഞ്ഞ് രാവിലെ ഇടിച്ചത് ആരെ ഇട്ടിട്ട് നടക്കാൻ കഴിഞ്ഞ. കർത്താവ് നിങ്ങൾ ഈ മുട്ടുകയെ ഒരുമ കഴിയുന്ന ഫോട്ടോ എടുക്കും, ഫേസ്ബുക്കിൽ ഇടാനാ നിങ്ങൾ ഈ കിടന്ന് പരിശ്രമിക്കുന്നത്. അതല്ലാതെ തന്നെ ആരോ ഇതിനകത്ത് തൊട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരുമാതിരിപ്പെട്ടവരെല്ലാം സ്ഥാനവും പേടിക്കുന്നത് എന്തിനാ വെച്ചാൽ കസർത്ത് കാണിക്കാനാ. സ്വോത്രം മുളമ്പൊടിയിലും കുമ്പനാട്ടും പുനലൂരും എല്ലാം കസർത്ത് കാണിക്കണം. അതിനാ ഇപ്പൊ കസേര നിന്നെയെല്ലാം അടിച്ചു തയ്യോ ഒതുക്കും. അതിന് മെപ്പിളിക്കൊന്നും വേണം, ഒരു ഗോളം വേണ്ട. ഞാൻ കടലിൽ കൂട്ടിയായിരുന്നു വന്നേക്കുന്നത്. ഇവിടെ ആളുകൾക്കാണ് സ്ഥാനത്തിനും മാനത്തിനും കസേരയ്ക്കും പിടികൂട്ടുക. പക്ഷേ വിശ്വാസത്തോടെ തുടർന്ന ചിലർ ഇതിനകത്തുണ്ട്. വിശുകാലം വരാൻ പറഞ്ഞ എന്നെ ആരോ ഇതിനകത്ത് തൊട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ചോദിച്ചു, ഞങ്ങൾ രാവിലെ വല്ല തൊടുകയും തടയുകയും ചെയ്യുക. അതൊന്നും വല്ല വിശ്വാസത്തോടെടുത്ത് ആരോ തൊട്ടു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ തൊട്ടാൽ നിന്റെ ദൈവശക്തി വ്യാപരിക്കാൻ പോയാൽ നിന്റെ ശരീരത്തിൽ തുടിയിരിക്കുന്ന രോഗത്തിന്റെ മടക്കളെ യേശു മാറ്റി തരും. അപ്പൊ കർത്താവ് ഈ അത്ഭുത ശുശ്രൂഷകളെല്ലാം ചെയ്തപ്പോ ഭയങ്കര ആളാ, വലിയതല്ല, ഭയങ്കര ആളാണ്. ആളം കൂടി
ഈ ക്രൂസൈഡ്, കവർണഭൂമിയിലെ യോഗം, കടൽക്കരയിലെ യോഗം, മെദാനിയിലെ യോഗം, മറിയയുടെ വീട്ടിലെ യോഗം, ഭയങ്കര യോഗമാണ്. അതിൻ്റെ വേറെ കവർണഭൂമി ചെന്നപ്പോൾ അവിടെ ഇരിക്കാൻ ഇടയൊന്നുമില്ല, പാതിട്ട് വരെ ആണ്. അപ്പം ഓട് മേപ്പോലെ പൊളിച്ച് ഒരുത്തനെ കട്ടിലോടുകൂടെ അങ്ങനെ അവിടെ പദമുണ്ട്, കൊണ്ടുവന്നവരുടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് ചുമന്നുകൊണ്ട്. ഈ പക്ഷപാതക്കാരന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. എഴുതാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. പിന്നെ അവിടെ എഴുതിയത് ഇങ്ങനെ അവരുടെ വിശ്വാസം കണ്ടെന്ന്. ആരുടെ കൊണ്ടുവന്ന അതിനെപ്പറ്റി ഒരു ചരിത്രം ഈ കൊണ്ടുവന്ന 4 പേരും യേശുവിൽ നിന്ന് സൗഖ്യം കിട്ടിയവരാണ്. അപ്പൊ ഒരുത്തനെ പറ്റി പറയുന്നത്, ഒരുത്തൻ ഇങ്ങനെ ചരിത്രമാണ്, ഇങ്ങനെ ആ കണ്ണടച്ചും തുറന്നും ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ചോദിച്ചു, കുഞ്ഞുട്ടി എന്നെ ഇങ്ങനെ അടക്കിയും തുറക്കുകയും ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞെന്നാ പറഞ്ഞത്, എൻ്റെ ചോർച്ച ഈ കണ്ണ് പൊട്ടക്കണ്ണായിരുന്നു. ഞാനിങ്ങനെ തപ്പിയും തടവിയൊക്കെ നടന്നു. അപ്പൊ യേശു, നസറയനാകുന്ന യേശു എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണെ പുരട്ടി വെച്ച് പറഞ്ഞു, ശിലോകാകുളത്ത് കൊണ്ട് കഴുകാൻ പറഞ്ഞു. പൊത്തിയും തപ്പി ആണ്ടിൽ ചെന്ന് കഴുകി അന്നേരം തുറന്നെന്ന് പറഞ്ഞു. അത് പിന്നെ ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. അവനോട് തുറക്കണമെന്നും പറയണ്ട, അവൻ തുറന്നോളും. ഇപ്പൊ അങ്ങോട്ട് ആരാധനക്കാരുടെ ശക്തിയോടെ തുറക്കും, ഒരിക്കൽ കൂടെ അവരൊന്നും വെളിവില്ലെന്ന്. കുറെ പെണ്ണുങ്ങൾ ചാടാൻ തന്നെ വരുന്നുണ്ട്, ചാടുവെന്ന് പറഞ്ഞ് തന്നെ വന്നേക്കുന്നത്. അപ്പൊ യോമാരങ്ങ് മൂക്കും ശക്തിയോടെ തകർത്ത് കിട്ടുമുടക്കം പോലെ ഇവൻ നിന്ന് വില്ലുക വിവാഹം കഴിഞ്ഞിട്ട് പറയാം, ഭാര്യയോട് പറയുന്നത് ഈ പിണ്ണതയുടെ വിടത്ത് കുഞ്ഞമ്മയാകോ പുറകോട് അടച്ചു തിരുമതി. അതിൻ്റെ പറ്റിയാ പ്രൈസാൻ വച്ച് കഴിഞ്ഞപ്പം വിലക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയപ്പോൾ ഓർക്കണമായിരുന്നു വിലക്കം വരുവാൻ. എടാ സൗഖ്യം പ്രാപിച്ചവനെ ഇളക്കുമെന്ന് വേണ്ടവൻ തന്നെ ഇളയിക്കോളും. അവനെ കണ്ടവനും അവനുമായിട്ടിരിക്കാനൊക്കത്തില്ല. അപ്പൊ ഇവനെ അകത്തും തുറന്ന് വന്നപ്പോൾ ഒരുത്തൻ ചോദിച്ചു തന്നെ, ഇത് പൊട്ടക്കണ്ണായിരുന്നു, യേശുവിന്റെ സൗഖ്യമാണ്. അപ്പൊ ഇവനിങ്ങനെ വന്നപ്പം വേറൊരു പുള്ളി ഇങ്ങനെ തൂത്ത് തടങ്ങിയും വരുന്നു. അപ്പൊ ചോദിച്ചു, അതിന് അച്ഛൻ ഇങ്ങനെ ഞങ്ങളെല്ലാവരും പരുവത്തിനാ വല്ലപ്പോഴും തൂക്കത്തുള്ള അച്ഛൻ കണ്ടമാനം തൂക്കുന്നത്. അപ്പൊ പറഞ്ഞു, എന്റെ കുഞ്ഞുഞ്ഞേ ഇത് മുഴുവൻ കുഷ്ഠമായിരുന്നു. പാളയത്തിന് വെളിയിൽ ആ തലമൂടനം പുലമ്പിക്കൊണ്ടിരിക്കണം. അശുദ്ധനെന്ന് പുലമ്പണം. അടുക്കാനൊക്കത്തില്ല, വീട്ടിൽ കയറാൻ പറ്റത്തില്ല, ആരും അടുക്കത്തില്ല, അടുപ്പിക്കത്തില്ല. വെറുക്കപ്പെട്ടവനായി കിടന്ന്, തള്ളപ്പെട്ടവനായി കിടന്ന് പാളയത്തിന് വെളിയിൽ കിടക്കുക. പക്ഷേ യേശു കർത്താവ് ഗിരിപ്രഭാഷണം, മത്തായി 5:6-7 ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ മലയുടെ അരുവി പുള്ളി പമ്മി നിന്നു. മിശിഹാനമ്പലം വന്ന ഇവന അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ചോദിച്ചു, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ. അർത്ഥവിത്രയുള്ള ആർക്കും എന്നോട് മനസ്സില്ല, നിനക്ക് മനസ്സുണ്ടോ? ഇവന്റെ ഹൃദയത്തിന്റെ ഞാൻ കണ്ടോട്ട് മിശിക പറഞ്ഞു, സ്നേഹിത എനിക്ക് നിന്നോട് മനസ്സുണ്ട്. സകല മനസ്സും നിനക്ക് വിരോധമാക്കുമ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ മനസ്സ് നിനക്ക് അനുകൂലമാണ്. യേശു കൈ നീട്ടി അവനെ തൊട്ടു, അന്നേരം സൗഖ്യം. ഇപ്പൊ ഇവര് കാണിക്കുന്ന രോഗശാന്തി ഒന്നുമല്ല. ഇപ്പോഴത്തെ രോഗശാന്തി വരെ പറഞ്ഞത് സ്റ്റേജിലോട്ട് കയറ്റി വെച്ച് രോഗശാന്തി എന്തോ പറ്റി, ചെവി കേൾക്കാൻ വരെ. ഏത് ചെവി? വലത്തെ ചെവി. അതിനകത്തോട്ട് വിരല് കയറ്റി പ്രൈസ് ദ ലോർഡ് കേൾക്കാം. മറ്റേത് കേട്ടോണ്ടിരുന്ന കേൾക്കാൻ മേലാത്തിനകത്തല്ലയോ വിരല് വെച്ചേക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഉടനെ ഒരു പിക്ചർ ഇറങ്ങിപ്പോകണം. അവൻ പിന്നെ പോയപ്പോ ഒരു മൂളിച്ചയും കൂടെ, കാരണം ഇത് വിരലിട്ടോണ്ടിരുന്നായിരിക്കും ഒരു മൂളിച്ച. നേരത്തെ അത്ര കുഴപ്പമില്ല. ഇപ്പോഴത്തെ രോഗശാന്തി അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇപ്പോഴത്തെ രോഗശാന്തിയൊക്കെ എല്ലാം ഒരു 99 തട്ടിപ്പാണ്. ഞാൻ രോഗശാന്തിക്കെതിരല്ല, അനുഭവിക്കുന്ന ആളാ. അന്ന് രാത്രി രക്ഷിക്കപ്പെട്ട അന്ന് രാത്രി മരുന്നും ടാബ്ലറ്റ് ഒത്തിരി ഉണ്ട്, എടുത്ത് ദൂരെ കളഞ്ഞ് കൃപയാൽ നാളത്തെ എനിക്ക് അറിയത്തില്ല, ഇന്ന് വരെ 26 കൊല്ലമാകുന്ന ഒരു മരുന്നും എടുക്കുന്നില്ല. യേശു സൗഖ്യമാകും. അനുഭവിക്കുന്ന ആളാ ഞാന്. ഇപ്പോഴത്തെ രോഗശാന്തിക്കാരി ഇടങ്ങഴി ഗുളിക തിന്നേച്ച വന്നവന് എന്ന് പറഞ്ഞ് ഇവന് കിടന്ന് അലറുന്നത്. ഇതിനൊക്കെ നല്ല പെരുക്കണം. അവൻ രാവിലെ 3 നേരത്തെ ഗുളിക ഒരു ബന്ധം വെള്ളം കുടിച്ചാൽ അവനെ ഇവിടുന്ന് രോഗശാന്തിക്ക്. നിനക്ക് വെളിവില്ല, പെണ്ണുങ്ങളെല്ലാം കൂടെ കണ്ടതാണ്ടെന്ന് പറഞ്ഞ് അവള് കടന്നുകൂടാ. നിന്നെ അവൻ കലപ്പിക്കുകയാന്ന്. ഇനിയിലെ നിനക്ക് ബോധം ഉണ്ടാകട്ടെ. സ്തോത്രം. ഒരു വലിയ രോഗശാന്തി വരെ പ്രാർത്ഥന വെമ്പളയ്ക്ക് അസുഖം വന്നപ്പോൾ അവൻ ആശുപത്രി കൊണ്ട് വന്നാൽ പിന്നെ അവിടെ നല്ല ഒട്ടുന്ന കൈവെക്കാണ്ടല്ലേ. നീ തങ്കയുടെ നല്ല കൈവച്ച് ചക്കിതിപ്പെട്ടോ തങ്കയെന്ന് പറഞ്ഞ് നിൽക്കുക. തങ്കയ്ക്ക് വെളിവിൽ അവള് കിടന്നാണ്ട് ചക്കിതിപ്പെട്ട് നിൽക്കുന്നത് ദേ കിടക്കുന്നു പറഞ്ഞ് മറഞ്ഞു കിടന്നു. എന്നാൽ അവന്റെ ഭാര്യയുടെ ദേഹത്തോട് ദേഹത്തൊക്കെ അവിടെ ഉണ്ട്. നിന്നെ അവർക്ക് നന്നായിട്ടറിയാം, അവളിന്റെ കൂടെ താമസിക്കുന്നത്. അവൾക്കറിയാം നീ ഇത് തട്ടിപ്പാണ്, നിന്റെ കൈ വെച്ചാലും നീ ഏൽക്കുന്നത്. അവളതാ മുത്തൂറ്റോട്ട് പോകുന്ന അഡ്മിറ്റാണ്. വേറെ വല്ല പെരുകുന്നു. യേശു സൗഖ്യമാക്കും. അനുഭവിക്കുന്ന ആളാ ഞാൻ. സ്തോത്രം.
രാത്രി സൗഖ്യമാക്കും. ആരും സ്പർശിക്കാൻ അവന്റെ കരം നിന്നെ വെച്ചാൽ മതി. അത് വിസ്തരിക്കാൻ നേരമില്ലല്ലോ. അപ്പൊ രാത്രി ഇവന് ഇങ്ങനെ തൂത്ത് വന്നോ പറഞ്ഞത് കുറ്റമായിരുന്നു. യേശു തൊട്ടു അന്നേരം അപ്പം ഇവർ രണ്ടുപേരൂടെ പറഞ്ഞു നമുക്കൊരു ടീം പ്രവർത്തനം തുടങ്ങാനും പറഞ്ഞു. രണ്ടുപേര് ഇവരിങ്ങനെ ട്രാക്ട് എൻ്റെ ഭാവനയെ കൊടുത്തു വന്നപ്പം വേറൊരു പുള്ളി ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് അപ്പം പറഞ്ഞു ഇത് കേട്ടാൻ മേലായിരുന്നു. യേശു തുറന്ന് വരാൻ പറഞ്ഞു. അന്നേരം തുറന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സൗഖ്യം കിട്ടിയവരാ, ടീം പ്രവർത്തനമാണ്, ഗോസ്പൽ ടീമാണ്, ഞങ്ങളുടെ കൂടെ കൂടുന്ന പുള്ളിയും കൂടി 3. അപ്പൊ ഇവര് 3 പേരും ഇങ്ങനെ വന്നപ്പോൾ ഒരുത്തനെ ഇങ്ങനെ തുള്ളിച്ചാടി വരുന്നു ഭയങ്കര. അപ്പം ഒരു പുള്ളി പറഞ്ഞു ഞങ്ങൾ വല്ലപ്പോഴും വന്ന് തുള്ളിക്കൊള്ളു, അച്ഛൻ ഇങ്ങനെ കൂടെ തുള്ളുന്നല്ലോ, ഞങ്ങൾ ചെല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ കുളോൾ വന്നിട്ട് ഞെട്ടലുണ്ടാകും. അപ്പൊ എന്തൊക്കെ ദിവസം കഴിച്ചത് ഞാൻ നടുവ് വെച്ച് പെട്ടുവാദം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ വല്ലപ്പോഴും. അപ്പൊ ഈ പുള്ളി കണ്ടമാനം തുള്ളിച്ചാടി നടക്കുന്നു. അപ്പൊ ചോദിച്ചു അച്ഛൻ എന്നെ ഇങ്ങനെ തുള്ളി നടക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു എൻ്റെ പൊന്നച്ഛാ പക്ഷപാതമായിരുന്നു. ആ കുളത്തിൻ്റെ അവിടെ കിടന്നതാ. 38 സീനിയറാ. 38 ആണ്ടോടാണ്ട് ദൂതം വന്ന് കുളം കിടക്ക്. ഞാൻ ഉരുണ്ടി ചെല്ലുമ്പം ആരും ഇറങ്ങിയ ചങ്ങ് പുള്ളിക്ക് ആണ്ട് 2 ഉരുളി ചെയ്യാം. അങ്ങോട്ട് ഉരുണ്ടി ചെല്ലുമ്പോൾ ഒരുത്തൻ ഉരുണ്ടിച്ചപ്പോൾ പുള്ളി തിരിച്ച് ഇങ്ങോട്ട് ഒരു ഉരുളിച്ച 2 ഉരുളിച്ച. അപ്പം 38 × 2 = നിങ്ങൾ കൂട്ടി. അവ 2 ഉരുളിച്ച സീനിയറാ, യേശുവിനേക്കാളും മൂത്തതുമാണ്. അപ്പൊ യേശു എന്ന് ചോദിച്ചു സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവ പറഞ്ഞ കുളത്തിലിറക്കാൻ ആരുമില്ല. എനിക്ക് വിസ്തരിക്കുന്നില്ല, ഇടയ്ക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അന്നേരം ഉറച്ചു മരിയാണ്. അവൻ തുള്ളിച്ചാടിയാ പോയത്. അപ്പൊ ഇവൻ ഇങ്ങനെ തുള്ളുന്നത് ചാടി തുള്ളി വരിക. അപ്പൊ ഇങ്ങനെ ഇവർ 4 പേരെന്നാ ഒരു ചരിത്രം. അപ്പൊ ഈ 4 പേരും കൂടെ ഒന്നിച്ചപ്പോ പറഞ്ഞു ഒരുത്തം പറഞ്ഞു നമ്മളെ സൗഖ്യമാക്കി യേശു കവർണ്ണഭൂമി വന്നിട്ടുണ്ട്, നമുക്ക് അപ്പറ്റം പോകാം. അപ്പോൾ ഒരുത്തം പറഞ്ഞു വെറും കൈയായിട്ട് എങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നേ? ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലരുതല്ലോ. അപ്പൊ നമ്മൾ ദൈവാലയത്തിലല്ലല്ലോ പോകുന്നത്. അല്ല, ദൈവാലയത്തെക്കാളും വലിയവനാ അവിടെ വന്നേക്കുന്നത്. വെറും കൈയായിട്ട് പോകരുത്. അപ്പൊ ചോദിച്ചു നിന്റെ കയ്യിലുണ്ടോ? ഇല്ല. അച്ഛൻ്റെ കയ്യിൽ ആരുടെ കയ്യിൽ? അപ്പൊ ഒരിക്കൽ ഒരുത്തം പറഞ്ഞ് കുത്തി ഇവിടെ എടുത്ത് പക്ഷപാതക്കാരൻ കിടപ്പുണ്ട്, നമുക്ക് അവനെ കൂട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ ചോദിച്ചു അവൻ സമ്മതിക്കുവാൻ. അത് പിന്നത്തെ കാര്യം. പക്ഷപാത വലിയോടെ അവൻ ഇവിടെ കിടക്കുക, നമ്മൾ കട്ടിലോടവനെ അതാ 4 പേര് ചെന്ന് കട്ടിലൂടെ അവനെ പൊക്കി. 4 പേരാണെന്നല്ലോ കട്ടിലിന് 4 കാല കണക്ക് വെച്ചായി പറഞ്ഞ 4 പേര് 4 കാലെ പിടിച്ചു. ഞാൻ മിക്കടുത്തും പറയും ഈ 4 പേർക്ക് ഒരേ കിളരെ വന്നല്ലോ, പിടിക്കുന്ന എല്ലാവർക്കും ഒരേ നെടുപ്പമല്ലല്ലോ. ഒരുത്തനൊരു 6 അടി, ഒരുത്തൻ 6, ഒരുത്തൻ 5.5, ഒരുത്തൻ 5, അങ്ങനെ അങ്ങ് ചിന്തിച്ചു 4 കാലം കയറി പിടിച്ചു. അപ്പൊ നമ്മള് ഈ 6-കാരൻ ജോർജിനോട് പറഞ്ഞു ജോർജ കുഞ്ഞാച്ചാൻ 5.5 ഉണ്ട്. അപ്പൊ അച്ഛാന് ഒത്തിരി എത്തിക്കുത്തണം, അതുകൊണ്ട് ജോർജാന് ഇച്ചിരി ഒന്ന് ഒതുങ്ങുന്നതായിരിക്കും. കട്ടിലുമായിട്ടത്തെ ചോദ്യം അല്ലണ്ടേ. അപ്പൊ ജോർജ് പറഞ്ഞു ഞാൻ ഈ ശാലൻ സഭ തുടങ്ങിയ കാലം മുതലേ 7 പൊക്കത്ത് നിൽക്കുക, എന്നെ ഒതുക്കാനൊന്നും നോക്കണ്ട, ഞാൻ അങ്ങനെ ഒതുങ്ങത്തൊന്നുമില്ല. ജോർജ് ഇങ്ങനെ നിൽക്കാൻ നിലക്കണം തന്നെ. അപ്പൊ നമ്മള് ഒതുക്കാൻ ഒക്കത്തില്ല, ഒരുമാതിരിപ്പെട്ട ജോർജിനെ ഒന്നും ഒതുക്കാൻ ഒക്കത്തില്ലെന്ന്. അപ്പൊ ഉടനെ നമ്മൾ എന്ത് കുഞ്ഞുഞ്ഞോട് പറഞ്ഞു കുഞ്ചാ ജോർജാന്റെ കാര്യം നമുക്കറിയാം, പുള്ളിയൊരു പ്രത്യേക ടൈമാണ്, കണ്ട് കുഞ്ഞാനൊരു രാജി അവിടെ വരെ പോയാൽ മതി, ഒന്ന് ഇച്ചിരി ഒന്ന് എത്തിക്കുത്തി അങ്ങോട്ട്. പിന്നെ കുഞ്ഞുഞ്ഞ് പറഞ്ഞു നിങ്ങളെക്കുറവുണ്ടെന്നേ ഉള്ളൂ, കുത്താനൊന്ന് ഞാനിപ്പം ജോർജ് വേണക്കാരെ പിടിച്ചാൽ മതി. ഇവരാരും അങ്ങോട്ട് അമരുന്നില്ല. 4 പേര് കണ്ണു പടച്ച് കട്ടിലെ പിടിച്ചിരിക്കുക. അങ്ങനെ വിക്ടറി ഗ്ലോറി കാൽവറി എന്ന് പറഞ്ഞ് കവർണ്ണഭൂമി കട്ടില് ചെല്ലുമ്പോൾ കട്ടിലെ ആള് കാണുകയല്ല, അവനെങ്ങോട്ട് വേറെ സർക്കാരും എന്നാ പല പേരും ആണ് വരാത്ത. നിന്റെ അലങ്കാരവും നേകളവും നിന്റെ അണ്ടേടോ നിന്റെ പത്രാസും നിന്റെ പ്രൗഢി നീ ഏതാണ്ട് വലിയ പുള്ളിയാണ് പറഞ്ഞുകൊണ്ടെന്നിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ആത്മാക്കളെ തരണം, മിക്കവാറും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 4 പേരും സമർപ്പിക്കണം. യേശുവിന്റെ അടുക്കൽ വന്ന് അവരുടെ വിശ്വാസം അവർ യേശുവെന്ന് വിടുതൽ പ്രാപിച്ചവരാ. വിസ്തരിക്കാൻ നേരമില്ല. അങ്ങനെ അവൻ ഇന്നും സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവമാണ്. വളരെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ യഹൂദ മതം വിട്ട് നസ്രായ മതത്തിലേക്ക് വന്ന യഹൂദ ജനം, എബ്രായ വിശ്വാസികൾ, ഇവര് വെല്ലുവിളി വിട്ടു, പ്രൗഢി വിട്ടു, പത്രാസ് വിട്ടു, സ്ഥാപന ജംഗമ വസ്തുക്കൾ വിട്ടു, പുരോഗത വൃന്ദത്തെ വിട്ടു, ആചാര അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം വിട്ട് യേശുവിന്റെ പുറകെ വന്നു കഴിഞ്ഞപ്പോഴെല്ലാം കുറഞ്ഞത് കർത്താവ് ഉപദേശം ലളിതമാണ്, പക്ഷെ ഭയങ്കര ആഴമാണ്. എന്നാലും ഇവർക്ക് പ്രയാസമായി. ഉപദേശം ലളിതമായി, യേശുവിന്റെ ഉപദേശം ലളിതമാണ്, ഭയങ്കര ആഴമാണ്. സ്തോത്രം. ഒരിക്കൽ കർത്താവിന്റെ അടുത്ത് എടുത്ത മതം പറഞ്ഞു ഗുരു എവിടെ പോയാലും പുറകെ വരുമെന്ന് പറഞ്ഞു. യേശു അവനെ സൂക്ഷിച്ചു നോക്കി. അവനെ നോക്കുമെന്ന് വേണ്ട കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവ് ഒന്നുകൂടെ നോക്കി,
പുറകെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, തോമാച്ചൻ വരുവാണെന്ന് ചോദിച്ചു. എവിടെ പോയാലും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം ചെയ്യേ, തോമാച്ചൻ അങ്ങനെ അന്നെ പുറകോട്ട് ചെന്നാൽ 10 വീടും എല്ലാം വിറ്റ് ദരിദ്രന്മാർ കൊടുത്തിട്ട് വൈകിട്ടത്തെ യോഗത്തിന് വരാൻ പറഞ്ഞു. ഉപദേശം വരാമെന്ന് പറഞ്ഞു. പോയതാ ആയുസ് വന്നിട്ട് എൻ്റെ ഭാവന വൈകുന്നേരമായപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഉച്ചയ്ക്ക് വന്ന് തോമാച്ചൻ വന്നോന്ന് ചോദിച്ചു. വന്നില്ല. അതിനാ വരികയല്ല. അയ്യോ, എന്നോട് വരുമെന്ന് പറഞ്ഞാൽ പോയി. നിന്നോട് വരുമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റി ഞങ്ങളെ കണ്ണടച്ച് കാണിച്ച് വരികയല്ല. അതിന് വാ തോമാച്ചനോട് എന്തോ പറഞ്ഞു. തോമാച്ചനോട് പറഞ്ഞു യോഗത്തിന് വരുന്ന വരാൻ പറഞ്ഞു, വൈകിട്ടത്തെ യോഗത്തിന്. വേറെ വല്ലതും പറഞ്ഞു. പിന്നെ ഇങ്ങനെ പറഞ്ഞായിരുന്നു വൈകിട്ടത്തെ യോഗത്തിന് വരികയാണെങ്കിൽ അതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തേച്ചേ. അതാ തോമാകന. അതിനാ തോമായതിനകത്ത് വന്ന് കുറച്ചുകൂടെ ഉണ്ടാക്കാൻ ഓർത്ത് വന്നപ്പോൾ നീ പറയാ ഉള്ളതും കൂടെ ഒരുമാതിരിപ്പെട്ട തോമായെല്ലാം ഉണ്ടാക്കാൻ വന്നതാ. ഉണ്ടാക്കിയിട്ട് ഉണ്ടല്ലോ. സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാരുടെ കയ്യിലൊന്ന് പിന്നെ ഞാൻ വിസ്തരിക്കാൻ. പിന്നെ നാളെ നല്ലൊരു പുള്ളിയാണ് വരുന്നത്, കിട്ടിക്കോളൂ. ഇന്നിപ്പോ ഞാൻ മുഖവരിയൊക്കെ പറഞ്ഞു പോകും. നാളെ പെരുക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ തുടക്കത്തിലെ ഉഴപ്പണ്ടല്ലോ എന്നാണ് ഞാനൊരു പരുവത്തിന് നിൽക്കുന്നത്. അപ്പൊ ഒരു കാര്യം പറയാം, ആ യേശുവിന്റെ ഉപദേശം ലളിതമാണ്, ഭയങ്കരാഴം. ഇങ്ങനെ ആഴമേറിയ ഉപദേശത്തിലൊക്കെ വരികയും ഉപദേശം പഠിക്കാൻ ചെയ്തപ്പോൾ യഹൂദമതം വിട്ട്, പാരമ്പര്യം വിട്ട്, പൗരോഹിത്യം വിട്ട്, ആചാരം വിട്ട്, അനുഷ്ഠാനം വിട്ട് വന്നവർക്ക് ഒരു ചെറിയ നിരാശ വിട്ടുപോകുന്നത് അബദ്ധമായോ? ഈ നിരാശ അകത്ത് കയറിയപ്പോൾ ക്ഷീണിച്ചു. എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചതിന് 2 തെളിവ് വാക്യം 12, 12, 6, 12. എബ്രായ ലേഖനം 12, 12, 6, 12. വേഗത്തിൽ ഒന്നുറക്കെ വായിച്ചില്ല. 12, 12 ആയിരം. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും ഇപ്പൊ തെളിഞ്ഞല്ലോ തളർന്നെന്ന്. ക്ഷീണിച്ചു. 6ന്റെ 12 വായിച്ചു. 6, 12. നിങ്ങൾ മന്ദതയുള്ളവരാകാതെ മന്ദതയായി. മന്ദതയെ പിടിച്ചു. കൈയും എല്ലാം കാലും എല്ലാം തളർന്നു പൊടിഞ്ഞു. അപ്പൊ ഇവര് ക്ഷീണിച്ചെന്ന് തുടങ്ങി. ഇങ്ങനെ ക്ഷീണിച്ച് തളർന്നു പോയ എബ്രായ വിശ്വാസികളെ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാൾ ഏറെ നല്ലതാണ് പുതിയത്. ഏറ്റവും ശ്രേഷ്ഠം പുതിയതാണ്. ശ്രേഷ്ഠനായവൻ യേശു ക്രിസ്തുവാ. ഓരോ അധ്യായത്തിലും യേശുവിന്റെ ശ്രേഷ്ഠത എബ്രായ ലേഖനക്കാരെ തെളിയിച്ചു. അവൻ മോശയേക്കാൾ ശ്രേഷ്ഠൻ, അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, അവൻ മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, അവൻ പണിനിയമത്തിലെ മധ്യസ്ഥനേക്കാൾ ശ്രേഷ്ഠൻ, അവൻ ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ, അവൻ യാഗത്തേക്കാൾ ശ്രേഷ്ഠൻ, അവൻ ഹാവേലിനേക്കാൾ ശ്രേഷ്ഠൻ, അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തുവാണ് സകലത്തിലെ ശ്രേഷ്ഠൻ. ഇതെല്ലാം പറഞ്ഞേച്ച് പൗലോസ് ഒരു പ്രയോഗം കൂടെ കൊടുത്തു. ഇവനെത്ര മഹാനെന്ന് നോക്കാൻ. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പ്രാണികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരുത്തനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല എണ്ണത്തിനും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഒന്നല്ലെങ്കിൽ ഒരു കുഴപ്പം. ഞാൻ മിക്കടുത്തും പറയും, ഒന്നല്ലെങ്കിൽ സകല കുഴപ്പം എല്ലാത്തിനും ഉണ്ട്. നമ്മളെല്ലാം നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ ഗോത്രമൊക്കെ പറയാറ് മത്സ്യം പിടിച്ചിരിക്കുന്ന എണ്ണത്തിനെ കാണാൻ കൊള്ളുകയല്ല. അത് ഞാൻ ഒപ്പിച്ചതുമല്ല. കുഞ്ഞൻ നമ്പ്യാർ പണ്ട് പറഞ്ഞു, ലക്ഷം മാനുജനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1, 2. എന്നെ ഇങ്ങനെ നോക്കരുത്, ഞാൻ ഒപ്പിച്ചതല്ല. ഇപ്പൊ ഉള്ളകൃതിക്കാത്തുള്ളതാണ്. ലക്ഷം മാനുജനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1, 2. 1 ലക്ഷം പേര് പോയാൽ കൊള്ളാവുന്നത് 1, 2. അതുകൊണ്ട് ഇനി എങ്ങനെ ഒന്ന് സ്തോത്രം ചെയ്യും. കൊള്ളുകയല്ല. ഒരു തലമുറ പറയാം, അക്ഷരം 56 അറിയാം, ലക്ഷം ശ്ലോകം കുറയാതറിയാം, വിദ്യകൾ കൊണ്ടത് പറയാൻ വഹിയാം. ഒരു തന്നെ ശ്ലോകം മുഴുവൻ അറിയാം, 56 അക്ഷരവും പെരുക്കോ അറിയാം, പക്ഷെ വിൽക്കാം. ഭൂതന എന്നൊരു കഥയിൽ ഭൂതന എന്ന് പറഞ്ഞു വരുമ്പോൾ നേരം എടുക്കും. കാര്യമെല്ലാം അറിയാം, പറഞ്ഞൊപ്പിക്കാൻ അറിയാൻ വേണ്ട. വേറൊരുത്തനെ പറ്റി പറയാ, ആ നല്ലൊരു ജാതിയിൽ വന്നു പുറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഒരുത്ത നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ്, നല്ല രൂപസാദൃശ്യം, നല്ല ആകാരാകൃതി, വടിവ്. നല്ലൊരു ജാതിയിൽ വന്നു പുറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ്, കാണാനൊക്കെ നല്ല ഫോണും കണ്ണടയൊക്കെ വെച്ചോ, റൈമന്റെ കണ്ണട വെച്ച് കുഴച്ചുമൊക്കെ റാഡോ അടിച്ചു മേടിക്കാം. പക്ഷെ എടുത്തും അതിന് ഉടവുരട്ടേക്കാ പോകേണ്ടത്. ചെന്നിറങ്ങിയത് പൂവമ്മലയില് പണ്ട് തെറ്റി കയറി പോയെന്ന്.
നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്, അരികെന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. വേറെ പറ്റി പറയാ, കണ്ടാ നല്ലൊരു രൂപവിശേഷം, ഒരുത്തിനെ കണ്ട നല്ല വിട്ടുപിടിക്കണ, കണ്ടാ നല്ലൊരു രൂപവിശേഷം വേണ്ട അധീനം അതൊക്കെയുമുണ്ട്. കണ്ട ജനത്തോട് ചുണ്ടിയടിക്കും, രണ്ടാം വാക്കിന് കയറിയടിക്കും. കാണാൻ നല്ല മിടുക്കല, പക്ഷെ നല്ല പിള്ളേരുമായിട്ട് വീട്ടിൽ വരികയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം സകല ആൾക്കാർക്കുമുണ്ട്. എന്നാൽ ഊനമില്ലാത്ത, കുഴപ്പമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത, പാപമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ശൂന്യങ്കാലത്ത് തന്റെ പ്രാണപ്രിയനെ പറ്റി പാടി പറഞ്ഞ് പുലപ്പിൽ തുള്ളി ചാടിയുന്നപ്പോൾ ശലോമോന്റെ വെപ്പാട്ടുകളും പരിചാരകരും അസംഖ്യം ആൾക്കാർ വട്ടം നിന്ന് ചുറ്റുകൂടി ശൂന്യങ്കാലത്ത് ചോദിച്ചു, നീ ആരെ പറ്റിയാ പാടുന്നത്? അവള് പറഞ്ഞ് എന്റെ വീണ്ടെടുത്ത ഇടയിൽ ചെറുക്കൻ. അപ്പൊ അവര് ചോദിച്ചു, ആരാടി നിന്നെ ഇതിനിടയ്ക്ക് കയറി വീണ്ടെടുത്തത്? അപ്പൊ അവള് പറഞ്ഞു, അയ്യോ എന്നെ എന്റെ അമ്മ പ്രസവിച്ച നാരകത്തിന്റെ ചുവട്ടിൽ ചോരയിൽ പൊതിഞ്ഞു പൊക്കൽക്കൊടി മുറിച്ച് കളയാറ്. എന്റെ ഭാഷ പറഞ്ഞ കാലും കയ്യുമെല്ലാം കടിച്ച് മാക്കെന്ന് കഴിഞ്ഞപ്പോൾ ശലോമോന്റെ രഥങ്ങളും പല്ലക്ക് തീരും പഴവാരികളെല്ലാം കടന്നുപോയി. എത്തി നോക്കി പോയതല്ലാതെ ആരും അടുത്ത് വന്നില്ല. അങ്ങനെ ഞാൻ ചോരയിൽ പൊതിഞ്ഞ് കാലും കയ്യുമെല്ലാം കടിച്ചപ്പോൾ ആടുകളെ തീറ്റ് നിരക്കുന്ന ഇടയ ചെറുക്കൻ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് അടുത്ത് വന്നവനെ കോരിയെടുത്ത് മാറോട് ചേർത്ത് ചോരയെല്ലാം ഒപ്പിത്തോർത്തി പൊക്കൽക്കൊടിയെല്ലാം മുറിച്ചു മാറ്റി മുത്തമിട്ട് എന്റെ അമ്മയുടെ അടുക്ക കൊണ്ടുപോയി ഒരുവനുണ്ട് ഇടയച്ചൻ, അവനെ പറ്റിയാ ഞാൻ പാടുന്നത്. അപ്പൊ അവര് ചോദിച്ചു, ആ ഇടയ ചെറുക്കന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലോ ഉണ്ടോ? അവള് പറഞ്ഞ് വിശേഷത ഉണ്ടെങ്കിൽ അവന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദിച്ചു, എന്തുവാടി അവന്റെ വിശേഷത? അവള് പറഞ്ഞു കാണും, വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ അവളത് പറഞ്ഞു കാണും, അതൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല. പിന്നെ എന്തുവാ നിന്റെ പ്രിയന്റെ വിശേഷത? അവളിങ്ങനെ പറഞ്ഞു, എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുള്ളവൻ, വെണ്മയും ചുമപ്പുള്ളവൻ, 10,000-ങ്ങളേക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. സാറ് പണ്ട് സൈമൺ സാറ് പാടി, ആ നിൻമുഖത്തു നിന്ന് തൂകും നന്മതു പൂരത്തിലമ്പൈ, നിൻമുഖത്ത് നിന്നു തൂകും നന്മതു പൂരത്തിലമ്പൈ, മുങ്ങിലേക്കും ദിവ്യ അതെ ഒക്കത്തില്ല, ഈ ഒക്കുകയല്ല, ഒക്കത്തില്ലാത്തത്. നിൻമുഖത്ത് നിന്നു തൂകും നന്മതു പൂരത്തിലമ്പൈ, മുങ്ങിലേക്കുന്നു ദിവ്യ ജ്ഞാനികൾ. നിന്റെ നന്മൊഴികൾ യുവതിനൊരു നവ്യമായ സയൻസുമില്ലത് സമ്മതിക്കും നജ്ഞരല്ല പ്രാണികൾ. മേലിലുള്ള റുശലേമേ കാലമെല്ലാം കഴിയുന്ന, മേലിലുള്ള കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർക്കണേ കൈകളിൽ. ലളിത കൃപയുടെ മനുജ മനുദിന മനുഭവി പതിനാരുളനെ സഭയാകുവി പുഷ്പമാം സാധൂനൈ. നിന്റെ പാലനമല്ലാതെ എന്തി പൈ, നിന്റെ ആ ബാലസൂര്യകാന്തി പോലും ചേലയും ചിറാകിനാൽ നീ മേലുലകം കടകുന്ന കാഴ്ചയെ പോരാ. കനകമണി പൊരുകിനിക തുതരോട് സഹിതമാടിയില്ലാന്നിടും അവഭാവിലോ ശിക്ഷയാൻ പോരാ വീഴ്ചയെ. കാൺമാൻ ബാലജീവനഗണം നിൻവേഴ്ച. ഇപ്പൊ സാറ് കൊടുത്ത പ്രയോഗമാ, നിൻമുഖത്ത് നിന്ന് തൂകും നന്മതു പൂരത്തിലമ്പേ എന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്തിൽ നിന്ന് നല്ല മതുപോലെ പ്രസരിപ്പോടെ വഴിഞ്ഞൊടുക്കുന്ന വാക്കുകൾ. അതല്ലയോ അവന്റെ ലാവണ്യ വാക്ക്. ഊനമില്ലാത്തവൻ അവൻ മാത്രമാണ്. പാപമില്ലാത്ത പരിശുദ്ധൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്ത ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇവൻ അത്ര മഹാനെന്ന് നോക്ക്, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേറെ പറയും. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക്. അപ്പൊ ഇതില്ലാത്ത ഒറ്റ പുരോഹിതന് നമുക്ക് വേണ്ട. പരിവക്കേട് പിടിച്ച ഒന്നും നമുക്ക് വേണ്ട. പരിവുള്ളൊരുത്തനുണ്ടല്ലോ, അപ്പൊ മതി. ഇവൻ അത്രയും നമ്മുടെ മഹാപുരോഹിതൻ. ആകാശങ്ങളിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശുക്രിസ്തു. അപ്പോൾ എബ്രായ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. സമയത്തെ ഭയപ്പെട്ട് നമ്മൾ വായിച്ച കുറുവാക്യം 10-ാം അധ്യായം 37 അഭിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം.
10:37 ഒന്നുകൂടെ. ഇനി എത്രയും അല്പകാലം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നിർത്തണേ. 10-ാം അധ്യായത്തിൽ പ്രതിപാദ്യ വിഷയം ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി യേശു സ്വർഗത്തിൽ പോയി. 10:19 മുതൽ ഒന്ന് വായിച്ചിട്ട് ദൈവദാസനെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല കൊണ്ട് നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ പോലൊരു മഹാപുരുഷത്തിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീക്കമായ ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരെ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അടുത്ത് വരാൻ പറയാൻ അതിന്റെ അർത്ഥം അകന്നങ്ങാട്ടായിരിക്കുന്നത്. ഉറങ്ങരുത് എന്ന് ഞാനിവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരോ ഇതിനകത്തിരുന്ന് പിന്നെ ഇന്നോ പാസ്റ്റർ എന്നാ പറയുന്നത്. സമയമൊക്കെ പോയി അടുത്ത് വരുവേ. അപ്പൊ പദത്തിന്റെ അർത്ഥം അകന്നായിരിക്കുന്നത്. പണ്ട് അടുത്ത് വന്നവരാ, വിസ്തരിക്കാതൊന്നും നേരമില്ല, അടുക്കടക്കായിട്ട് വിസ്തരിക്കണം. അപ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി യേശു സ്വർഗത്തിൽ പോയി. ആ സ്വർഗത്തിൽ പോയിരിക്കുന്ന മിശിഹായെ പുരാൻ ഇപ്പോൾ അവിടെ പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം എന്ന് പറഞ്ഞാൽ മൊത്തത്തേക്ക് എന്താ പറയും? പക്ഷപാതം വേറെ. പക്ഷപാതം നമ്മൾ പാടുകയല്ലേ, നാഥൻ സന്നിധിയിൽ പേർക്ക് സാധാ പക്ഷപാതം ചെയ്യുന്ന മഹീവനാഥ പക്ഷപാതം ചെയ്യും. അത് പാടിയാൽ കുഴപ്പമൊന്നും വരികയല്ല. എനിക്കറിയാവോ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അവ ശ്രദ്ധിക്കുക. താതൻ സന്നിധികളിൽ പേർക്ക് സദാ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു. പക്ഷപാതം ആ വാക്കിന്റെ അർത്ഥം പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് ക്രിസ്തു വാദിക്കുന്നത്? ഒറ്റ വാക്ക് പറയാം, നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തൻ അവിടെ ഉണ്ട്. അതാരപ്പാ? അത് മറ്റാരുമല്ല, അപവാദിയാകുന്ന സാത്താൻ. എനിക്ക് നിങ്ങൾക്ക് എതിരെ അവിടെ ചെന്ന് അവന്റെ ഏജന്റ് ഇപ്പൊ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. പിന്നെ എന്തെല്ലാം നാശപ്പള്ളി ഒപ്പിച്ച് വെക്കുന്ന അറിയാമോ? അപവാദമൊക്കെ പറഞ്ഞു കളയും. എവന്റെ ഏജന്റ, അവന്റെ ആത്മാവായി എവന്റെ പേരും കയറി വ്യാപരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് വിവേചിക്കണം. എവനെയെല്ലാം നല്ലതുപോലെ അങ്ങ് ബന്ധുക്കോസുകാരുടെ ഒരളവ് കാണുമ്പോ കെട്ടിപ്പിടിച്ചങ്ങ് രണ്ട് ഉമ്മയും ഒരു കെട്ടിപ്പിടാ. എന്നിട്ട് അപ്പറെ കണ്ണുകൾക്ക് കാണിക്കും. ഇവിടെ സ്തോത്രം. അല്ല, ചുംബനം കൊടുക്കുന്ന ഇവിടെ അല്ലല്ലോ, കൊലവള്ളിക്കാണല്ലോ. കടിച്ച് പറിക്കുന്നില്ലെന്നേ ഉള്ളു. പരിവക്കേടാ. അതെ, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അപ്പോ ഇവൻ സാത്താൻ അവിടെ ചെന്ന് അപമാനം പറയും. അവന്റെ ഏതെങ്കിലും നമ്മുടെ ഇടയിലുമുണ്ട്, ഇവിടെയും കാണും, എല്ലായിടത്തും ഉണ്ടെന്ന്. അപ്പൊ സാത്താൻ അപമാനം പറയും. എനിക്കും നിങ്ങൾക്കുമെതിരെ അപവാദിയാകുന്ന പിശാച് രാവകതന്റെ വിശുദ്ധന്മാരെ അപവാദം പറയുന്ന അപവാദി. അവൻ അപവാദം പറയുമ്പോൾ പതറണ്ട. എനിക്കും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഒരു സ്വർഗത്തിലുണ്ട്. യേശു നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അപ്പോൾ അങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു ഇനിയും വീണ്ടും വരും. അതാണ് 37-ാം വാക്യം. വായിച്ചേ കർത്തദാസനെ ഒന്നുകൂടെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇത് എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരെ. കവിവാചകം പോലെ പറയാം. ഈ പ്രഥമ രാത്രിയിൽ അല്ല ഇത് പ്രസംഗിക്കണ്ട. പക്ഷെ എനിക്ക് ആദ്യ രാത്രി യോഗം ആയതുകൊണ്ട് ഞാൻ എന്റെ വിഷയം എന്ന് പറഞ്ഞേച്ചു പോകാം. പ്രാർത്ഥിച്ചൊരുക്കിയ വിഷയമാണ്. കർത്താവിന്റെ മുഖത്ത് ഇതിലേക്ക് ഒത്തിരി പ്രാർത്ഥിച്ചു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. ഏറെ പ്രാർത്ഥിച്ചു. 4-5 പാട്ടുമൊക്കെ പാടിയപ്പോൾ പ്രാർത്ഥിച്ചു. അതെന്നും ഉള്ളതാണ്. പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ചാ വന്നേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേച്ച് പോകാൻ ഇഷ്ടമുള്ളവർ ഏറ്റെടുക്കട്ടെ. ദൈവം പിന്നെ അഥവാ ഇന്ന് ഏറ്റെടുത്തില്ലെങ്കിൽ ഇത് എവിടെയൊക്കെ ചെന്ന് കൊള്ളും. നിന്റെ അപ്പുറത്തെ വെള്ളത്തിന്മേലെറിയ ഏറിയ നാൾ കഴിഞ്ഞത് മടങ്ങി വന്നോളും. മഴയാൽ നീ അതിനെ കുതിർക്കുന്നതിന്റെ മുളയെ ഇപ്പം വിതച്ചിടുക. മഴ പെയ്ത് കഴിയുമ്പോൾ അത് കിളിച്ചോളും. ക്രൈസ്തലോ, ഈ യോഗം ഇങ്ങനെ മന്ദിരമൊക്കെ ഇട്ട് മഴ പിടിച്ച ഈ സമയത്ത് മന്ദിരിട്ട് നിൽക്കുന്ന നാട്ടുകാർ ചോദിക്കും, അത് പോഷത്വമാ? അല്ല, വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. നാട്ടുകാരും പെന്തക്കോസുകാരും പറയും പോഷത്വമല്ല, പോഷത്വമല്ല, ഇത് കിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നാളെയും മറ്റന്നാളും വിതയ്ക്കുന്ന പോലെ നിരാശപ്പെടരുത്. ഇത് മഴയായിരിക്കുമ്പോൾ ഇത് കിളിച്ചു വരുമെന്ന്. മഴയാൽ നീ തന്നെ കുതിർക്കുന്നതിന്റെ മുളയെ നീ അനുഭവിക്കും. പോട്ടെ. അപ്പോൾ അങ്ങനെ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു വീണ്ടും വരും. ആ പ്രയോഗം വരുവാനുള്ളവൻ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് ആ പ്രയോഗം ഏകവചനമാ. ഉള്ളവൻ, ഉള്ളവർ എന്നല്ല, ഉള്ളവൻ. അപ്പൊ ഒറ്റ ഒരുത്തനെ ഉള്ളവരാൻ യേശു ക്രിസ്തു മാത്രം. നമ്മുടെ കർത്താവാകുന്ന
ഈശോ മിശിഹ വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളത് കൊണ്ടാണ് ഈ ആക്ഷേപവും അപമാനവും നിന്നയൊക്കെ കഷ്ടമൊക്കെ ഉണ്ടായിട്ട് നമ്മളെ പയറ് പോലെ നിൽക്കുന്നത്. എന്തെല്ലാം ദോഷമാവുന്നത് ഒപ്പിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനഹാനികളെ, ആക്ഷേപങ്ങളെ, അപമാനങ്ങളെ, നിന്ദകളെ, പാരാട്ടോൾപ്പൊടോങ്ങി അലവാന്റെ ഉളിയൊക്കെ വീതുളിയൊക്കെ വെക്കുന്ന പുള്ളിക്കാരുണ്ട്. എന്നാൽ ചേർത്തണ്ട് ചെത്താണ് അവന്. ഇക്കണ്ട നാശപ്പൊള്ളി എല്ലാം ഒപ്പിച്ചിട്ട് നമ്മൾ പതറാതെ ചഞ്ചലിക്കാതെ ധൈര്യത്തോടെ നിൽക്കുന്നതിന്റെ മർമ്മം മറ്റൊന്നുമല്ല, അവന്റെ വരവാണ് നമ്മുടെ വിഷയം. തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രതീക്ഷ. യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രതീക്ഷ. ആ കർത്താവിന്റെ വരവിനെ ലാക്കാക്കി നമ്മൾ പിടിക്കുക. വേർപെട്ട ദൈവമക്കളെ കൊണ്ട് ഇന്ന് രാത്രിയിൽ വിഷയം തമ്പിവാലികം പോലെ യേശുവിന്റെ വരവിന് 3 തെളിവുകൾ അംഗീകരിക്കാം. നാം പ്രതീക്ഷിക്കുന്ന മിശിഹായെ വരാൻ വീണ്ടും വരും. വിസ്തരിക്കാൻ നേരമില്ല, പോയിന്റ് മാത്രം പറഞ്ഞെങ്കിലും ഈശോ മിശിഹ വീണ്ടും വരും. നമ്മുടെ കർത്താവാകുന്ന ഈശോ മിശിഹ വീണ്ടും വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ കർത്താവ് പറഞ്ഞേച്ചാ പോയത്. യോഹന്നാൻ 14:1. ഇതെല്ലാം നമുക്ക് മനപ്പാഠ വാക്യങ്ങളെങ്കിലും ഞാനൊന്ന് ഓർപ്പിക്കുന്നുണ്ട്. ഇന്ന് ആവർത്തന പുസ്തകം പോലെ ആ പ്രസംഗം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ശ്രദ്ധിക്കുക, ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ മിശിഹായെ ഞാൻ പറയുക, നിങ്ങളുടെ ഹൃദയം, അതിനെ അങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അങ്ങനെയൊക്കെ പറയാൻ കാര്യം ഹൃദയം കലങ്ങിയിരിക്കുക. അപ്പൊ ചോദിച്ചാൽ ഹൃദയം കലങ്ങിയത് പറയാം. ഈ 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിലാണ് പറഞ്ഞ ഹൃദയം കലങ്ങരുത്. അതിന് കാരണം പറയാം. ഹൃദയം കലങ്ങാനുള്ള കാരണം ഈ 13-ാം അധ്യായം കഴിഞ്ഞാണല്ലോ 14. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിഷയം പെസഹ. കർത്താവ് ശിഷ്യന്മാര് പെസഹ കഴിക്കുക 13-ൽ. 14-ലാണ് നമ്മൾ വായിച്ച വാക്യവും. അപ്പൊ 13-ൽ പെസഹയുടെ ഒരുക്കനാൾ കൂടിയപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നിനക്ക് എവിടെ പെസഹ ഒരുക്കണ്ടേ? അത് ചോദിക്കാൻ കാര്യം ഈ വീട് കൂടുവൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത് എവിടായി ഒരുക്കണ്ടെന്ന്. സ്തോത്രം. പണ്ട് പഴയ പാട്ട് പാടും, നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടുന്ന വിരവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടുന്ന വിരവിൽ. അപ്പൊ ഇവിടെ വീടും കൂടുമൊന്നുമില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരി വന്ന് വെച്ചു, ഗുരു, ഞങ്ങൾ ഇവിടെ പ്രസംഗം ഒരുക്കണം. അപ്പൊ നമ്മുടെ മിശിഹാനമ്പുരാൻ ഒരു പ്രവചനം പോലെ പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള നഗരത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും. നിങ്ങൾ അവന്റെ പുറകെ ചെല്ലണം. അവനൊരു വലിയ വീട്ടിലോട്ട് കയറും. നിങ്ങളും ആ വീട്ടിൽ കയറണം. അപ്പൊ വീട്ടുടയവൻ ചോദിക്കും, എന്താ കാര്യം? അപ്പൊ നിങ്ങൾ പറയണം, കർത്താവിന് ഗുരുവിന് പ്രസംഗം ഒരുപ്പാൻ ശാല എവിടെ? അപ്പൊ ശാല എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന പ്രയോഗം മർക്കോസ് ആണ് നന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 15-ാം വാക്യമാണ് അതിന്റെ ആധാര വാക്യമെങ്കിലും 12 മുതൽ വായിച്ച താഴെ ചെറിയ കണ്ണിക. 14-ാം അധ്യായം 12-ാം വാക്യം ചെറിയ താഴെ ഒരു അറുക്കുന്നതായ പുളിപ്പില്ലാത്തപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാരോട് കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അടുത്തത് അവർ ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നിങ്ങൾക്കെതിരെയുള്ള നഗരത്തിൽ ചൊല്ലുവീൻ. അവിടെ ഒരു കുടം അവിടെ ഒരു വെള്ളം ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെട്ട് നിങ്ങൾ അവന്റെ പുറകെ നമുക്ക് കിടക്കുന്ന വീട്ടിൽ കിടപ്പീൻ. അടുത്ത വാക്യം, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പ്രസംഗായി കിടന്നതിന് ഗുരു ശാല ഇവിടെ ഗുരു ചോദിക്കാൻ വേണ്ടി 15-ാം വാക്യം വായിച്ചു. അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിക്കും. മർക്കോസ് ആ കാര്യം അത്ര ക്ലിപ്തമായി തന്നിരിക്കുന്നത്. വിരിച്ചൊരുക്കിയ വന്മാളിക, അത് പറയാം. മർക്കോസ് ഇതിങ്ങനെ വിരിച്ചൊരുക്കിയ വന്മാളിക കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ്. അതിനാണ് സുവിശേഷം 4. സുവിശേഷം 1 ഉള്ളു, 4 വശം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പേര് 4 ഉദ്ദേശത്തോടാണ് എഴുതിയത്. യേശുവിനെ പറ്റിയാണെങ്കിൽ 4 രീതിയിലാണ്. മർക്കോസ് മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചെഴുതി, ലൂക്കോസ് യവനായ ജാതികളെ ഉദ്ദേശിച്ചെഴുതി, മർക്കോസ് റോമാക്കാരെ ഉദ്ദേശിച്ചെഴുതി, യോഹന്നാൻ ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി. അതിന് പ്രയോഗം അങ്ങനെയാണ്. മത്തായി എഴുതിയത് യേശു രാജാവാണെന്ന്, ലൂക്കോസ് അവൻ മനുഷ്യനാണെന്ന്, മർക്കോസ് അവൻ ദാസനാണെന്ന് തെളിയിച്ചു, യോഹന്നാൻ അവൻ ദൈവമാണെന്ന് തെളിയിച്ചു. എഴുത്തിന്റെ ശൈലിയാണ്. അപ്പൊ മത്തായി എഴുതിയത് യഹൂദനെ ഉദ്ദേശിച്ച, അതുകൊണ്ടാണ് മത്തായി 1:1 വായിക്കുന്നത്. യഹൂദന്മാർക്ക് പാരമ്പര്യം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മത്തായി അങ്ങനെ എഴുതുന്നത്. അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി, യേശു ക്രിസ്തുവിന്റെ വംശാവലി. അതല്ല നമ്മുടെ അമ്മ പറഞ്ഞത് ബെന്യാമീൻ ഗോത്രക്കാരാണ്. അപ്പൊ ഈ വംശാവലി
ഈ പെന്തക്കോസ്തി വന്നാലും ഇത് തപ്പുന്ന പുള്ളിക്കാരുണ്ട്. മിണ്ടുകാര തപ്പം നമ്മുടെ ആന്നോന്നാ ചോദിക്കുന്നു. നമ്മുടെ തള്ളെ കണ്ടിട്ട് നമ്മുടെ ആന്ന് വെച്ചു അങ്ങേരും നീ ഒന്നും ഗുണം വന്നിട്ടില്ല, വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. വരാനായിരുന്നെങ്കിൽ സാറപ്പച്ചൻ വന്ന കാലത്തെ വരേണ്ടതാണല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൃപയിൽ വന്നാലും ഇത് വിട്ടുപോകുകയല്ല. അപ്പൊ മത്തായി യഹൂദനെ ഉദ്ദേശിച്ചെഴുതി. അതുകൊണ്ട് ആ പാരമ്പര്യം വിട്ടത് അബ്രഹാമിന്റെ മകനായി ദാവീദിന്റെ മകനായി യേശുക്രിസ്തുവിന്റെ വംശാവലിപ്പെട്ട അബ്രഹാം ഇസഹാക്കിനെ ഏൽപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ഏൽപ്പിച്ചു, യാക്കോബ് യഹൂദ, യഹൂദ പേരസ്, പേരസ് കസ്രോൻ, കസ്രോൻ നഗസോൻ, നഗസോൻ അമീന, അമീന റോബി, റോബി ഇഷായി, ഇഷായി ദാവീദ്, ദാവീദ് എന്നത് ഇങ്ങനെ പാരമ്പര്യം വിട്ടു. അപ്പോൾ ആദാം മുതൽ ലൂക്കോസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രമല്ല, മത്തായി യഹൂദനെ ഉദ്ദേശിച്ചെഴുതി. അപ്പൊ യഹൂദന്മാർക്ക് ഈ പാരമ്പര്യം കേൾക്കുമ്പോൾ ഒരു ഇളക്കമൊക്കെ ഉണ്ടാകും. നമ്മുടെയാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. എന്നാലും മെയിൻ വാസ്തു പറഞ്ഞു വേണോ നമ്മുടെ ഇടയിലുള്ള വേലയാണ്. ആ വേലയാന്നല്ലോ നമ്മുടെ ഇടയിലുള്ള വേലയാ. സാറും പണ്ടെങ്കിൽ പറഞ്ഞ വേലയാണെന്നല്ലേ നമ്മുടെ സാറ്. വേല വേല എന്ന് ചൊല്ലി വേലയില്ല തലം പോലെ, വേല വേല എന്നോ ചൊല്ലി വേലയില്ല തലം പോലെ, നാലുപാട് തുറന്നുള്ള ജാല തൂവി ചേച്ചേ. അത് മതി. ആ കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടു ആ തൊലിമൂലം ഭേദമാക്കിയ ചോദനത്തിനിടയില്ല ഏതുമൊരു നാണം കൂടാ തോതിടുന്ന ജനന്മാരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. എനിക്ക് സാറാന്നല്ല പരിപത്തിനാക്കിയേക്കുന്നത് സൈമൻ സാറേ. അപ്പൊ സാറെന്നുള്ള പ്രയോഗം എന്തോ നല്ലതാണ്. അതിന് പൊട്ടരുതേ പറഞ്ഞിട്ട് പിന്നെ പൊട്ടണം. അപ്പം സാറ് കൊടുത്ത ആ പത്തിയുമ്മൻ പത്തികേട് ചേർത്തിളക്കി തരം പോലെ, പത്തിയുമ്മൻ പത്തികേട് ചേർത്തിളക്കി തരം പോലെ, ചെപ്പടിക്കല്ലി നടത്തും സഭ്യരല്ല കലന്മാരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അപ്പൊ സാറ് കണക്കിനാ പത്തിയുമ്മൻ പത്തികേട് ചേർത്തിളക്കി തരം പോലെ. പ്രയോഗമാണ് തരം പോലെയല്ലേ ഇരിക്കുന്നത്. തങ്കൂന്റെ ഇടയിൽ ചെല്ലുമ്പോ തങ്കൂനെ പോലെ, താരൂന്റെ അല്ലെ വെള്ളപ്പാട്ട് താരൂന്റെ ഇവിടെ ചെല്ലുമ്പോ താരൂനെ പോലെ, സ്വർഗീയ വിരുന്ന് ചെല്ലുമ്പോ വിരുന്ന് ചാക്കാലയും കൂടാ. ഇവിടെ വരുമ്പോ ഇവിടത്തെ പോലെ. നമ്മുടെ IPCയിലും ചർച്ചക്കൂടിലും ഒക്കെ ചില ബിരുദന്മാരുണ്ടെന്ന് തരം പോലെ നിൽക്കും. സ്തോത്രം വേണേ നീ സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. ഉയര് പോകേണ്ടി വന്നാൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. യൂദാ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേലിപ്പിച്ച വിശ്വാസം. അവൻ നാടോടുമ്പോ നടുവോടുമ്പോ നല്ല ബന്ധുക്കോസ്, ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോ നടുത്തുണ്ടെന്നിരുന്ന നല്ല ബന്ധുക്കോസ്. ഉയര് പോകേണ്ടി വന്നാൽ ദീർഘകാലം നെഞ്ചം തെറ്റിപ്പിടിച്ച് നിൽക്കാൻ കർത്താവിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി ജീവിത വിശുദ്ധി കാത്ത് കർത്താവിന്റെ വരവിനായി തുടങ്ങ. അപ്പൊ സാറാ ഭക്തികയുടെ ചേർത്തിളക്കി തരം പോലെ ചപ്പടിക്കളി. ഇപ്പോഴത്തെ ചപ്പടി വിദ്യയല്ലേ, ലോകമെല്ലാം ചപ്പടി വിദ്യ എന്ന് പറഞ്ഞാൽ പണ്ട് അമ്പലത്തിലെ പള്ളിയിലൊക്കെ കുളിക്കുത്തുകാർ വരും. ചപ്പടി വിദ്യ വെപ്പിക്കാത്ത കട്ട ഇട്ടേക്ക് പമ്മിയിരിക്കും. എന്നിട്ട് നാട്ടുകാരെല്ലാം വന്ന് ഇങ്ങനെ എത്തി നോക്കും. ലവം നടുക്കിരിക്കും. എന്നുവെച്ചാൽ അവൻ അവിടെ നിന്ന് വിളിച്ചു പോകും. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, 8 വെച്ചാൽ 16. ബലിരാജ ചപ്പടി കട്ട ഇട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം വായുവിലേക്ക് പോകുന്നതിന് കാശ് അങ്ങോട്ടങ്ങ് വെക്കും. ബലിരാജ ഇരട്ടിപ്പിക്കുകയല്ലേ. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. അല്ലെ പറഞ്ഞ നീ സൈക്കിളെ വന്നാൽ മതി, കാറ് കാറിൽ പോകും. ഇതെല്ലാം ഇവിടെ കണ്ട് നീ കാറിയിലേ ഉള്ളല്ലോ. കവിഞ്ഞെടുക്കുന്ന ആരെങ്കിലും തങ്കുവിനെ ഉള്ളൂ. തങ്കു അവിടെ 5 കോടിക്ക് വീട് വെച്ച് കവിഞ്ഞങ്ങോട്ടേക്ക്. ഞങ്ങളുടെ വന്നിട്ട് തങ്ക പോകുന്നുണ്ട്, വീട് പോലും ഇല്ല. ഞാൻ എന്നാലും ചോദിച്ചു, തങ്കമ്മ വീടായോ? ഒന്നും ആയില്ല. തങ്കയെ കടന്ന നാടില്ല, 14 കൊല്ലമായിട്ട് നാടകത്ത്. തങ്കുവിന് വീട് കിട്ടി, തങ്കയ്ക്ക് ചെപ്പടി വിദ്യ, ചെപ്പടി സ്തോത്രം തരം പോലെ കൊടുക്കുക. ഈ ചെറുടെ കയ്യിൽ എന്നെ കിട്ടി അവര് മിക്സിക്കകത്തിട്ട് ജ്യൂസ് അടിക്കുന്നു. ഞാനത് കണ്ടാ നിൽക്കുന്ന ഒരു കാര്യം പറയാ, നീ പ്രമേയത്തിന് വേണ്ടി നിൽക്കണം. ഉയര് പോകേണ്ടി വന്നാൽ ഫോട്ടോ വിസ്തരിക്കാൻ നേരമില്ല. അപ്പോൾ
ശിഷ്യന്മാരെ അവിടെ മത്തായി എഴുതിയത് യഹൂദനെ ഉപദേശിച്ചു. അതുകൊണ്ട് പാരമ്പര്യം കൃപയിൽ വന്നാൽ പിന്നെ പാരമ്പര്യം ഒന്നും പറയരുത്. ഞാൻ അവിടെ സമുദായക്കാർ പറയരുത്, നാട്ടുകാർ വേണ്ട, പെന്തിക്കോസുകാർ പറയരുത്. ഞാൻ കപ്പലെ വന്നതാ, പായ്ക്കപ്പലെ ഇറങ്ങിയതാണ്, അതിന്റെ കുത്തുണ്ട്. നീ പെന്തിക്കോസല്ല, നീ ഉന്തിക്കോസാ. നീ എഴുന്നേറ്റ് വേറെ ഏതൊരിടത്തും പോകും. ഇതിനകത്ത് വന്നിരിക്കാതെ, ഗോത്രം ചാക്കിട്ട് പിടിക്കാതെ, ആ വേറെ നീ ഇരിക്കേണ്ടതല്ല. ഇതല്ല നാട് മറക്കോടി അതേ പോയിരിക്കും. ഇത് വിശുദ്ധന്മാരുടെ സദസ്സാണ്. ഏകയാത്മാവ്, ഏകസ്നാഥം, ഏക വിശ്വാസം, ഏകസാമ്യ, സ്വർഗം എല്ലാം ഒന്ന്. മറ്റുള്ളവർ പറയട്ടെ, നമ്മളവരെ ഒന്നും പറയണ്ട. വിശുദ്ധന്മാരെന്ന് പറയാൻ പാടില്ല. ഒരപ്പത്തിന്റെ അംശികൾ. ക്രിസ്തു എന്ന ഏകപുരുഷൻ, സഭ എന്ന ഏകമണവാട്ടി, നാമെല്ലാം ഒരപ്പത്തിന്റെ അംശികൾ. അപ്പൊ യഹൂദന്മാരുടെ പാരമ്പര്യം, ചേട്ടൻ മുഖമൊക്കെ ഇങ്ങനെ എന്നെ ഒന്ന് വിടുങ്ങുമെന്ന് ഓർത്താം. ഇപ്പൊ ഈ ഉപദേശമൊക്കെ പറഞ്ഞേച്ച് പെടലി പോകാൻ അതിനൊരു സുഖമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമുണ്ട്. സ്തോത്രം. അപ്പൊ മത്തായി യഹൂദനെ ഉപദേശിച്ചെഴുതി, ലൂക്കോസ് ജാതികളെ വിസ്തരിക്കാൻ നേരത്തെ ജാതികളെ ഉപദേശിച്ചെഴുതി, യവനായം. അതുകൊണ്ട് ചരിത്രം തെളിയിച്ചെഴുതി ലൂക്കോസ്. ഒന്ന് കവിവാചനം പോലെ വായിച്ചെഴുതി യുവരാസന യേശുവിന്റെ വേർപടി യാഥാർത്ഥത്തെ ചരിത്രം തെളിയിച്ച് ലൂക്കോസ് 3:1. വേഗത്തിലൊന്ന് വായിച്ചോ, സമയമില്ല. ലൂക്കോസ് 3:1. തിബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലെ സഹോദരനാകുന്ന ഫിലിപ്പോസ് ഇതൂര്യ ത്രികോണത്തി ദേശങ്ങളിൽ ലൂസാനിയ സഭയിൽ ഇടപ്രഭുക്കന്മാരായ അന്നാസും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായി ഇരിക്കും കാലം. അപ്പൊ ശ്രദ്ധിക്കില്ല, ആ കാലക്കണക്കിട്ട് തെളിയിച്ച ലൂക്കോസ് എടുത്തിട്ട് ചരിത്രം തെളിയിച്ചു, വിവരിക്കുന്നില്ല. എന്നാൽ യോഹന്നാന്റെ എടുത്ത് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. ആ ശൈലി കണ്ടോ? ദൈവസഭയ്ക്ക് പാരമ്പര്യമല്ല വിഷയം, ചരിത്രവും അല്ല അതിന്റെ നല്ലത്, അതല്ല വിഷയം. നമുക്ക് ആവശ്യം ദൈവവചനമാണ്. അതുകൊണ്ട് ആ യോഹന്നാൻ എഴുതി, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, ആ വചനം ദൈവമായിരുന്നു. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാ. നിന്നെ ധൈര്യപ്പെടുത്തുന്ന വചനമാ, നിനക്ക് ശുദ്ധീകരണം വരുത്തുന്ന ദൈവത്തിന്റെ വചനമാ. അതുകൊണ്ട് യോഹന്നാൻ സഭയെ ഉപദേശിച്ചെഴുതിക്കൊണ്ട് വചനത്തിന് പ്രാമുഖ്യം. എന്നാൽ മർക്കോസ് റോമാക്കാരെ ഉപദേശിച്ചെഴുതി. റോമാക്കാരുടെ പ്രത്യേകത വലിച്ചു വാരി പറയുന്നത് ഇഷ്ടമല്ല, ഷോർട്ടായിട്ട് പറയണം, സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മർക്കോസ് എഴുതി വന്നപ്പോൾ 16 അധ്യായമേ ഉള്ളൂ. മത്തായി 28 എഴുതി, കാരണം ഈ പാരമ്പര്യമെല്ലാം പറഞ്ഞ് ഒപ്പിക്കണ്ടേ. ലൂക്കോസ് 24 അധ്യായം, കാരണം ചരിത്രമെല്ലാം തെളിയിക്കണ്ടേ. അപ്പൊ മർക്കോസ് റോമാക്കാർക്കായതുകൊണ്ട് വലിച്ചു വാരി പറയുന്ന റോമാക്കാർക്ക് ഇഷ്ടമല്ല. ഏതാ നീളത്തിൽ പറഞ്ഞ നമ്മുടെ ചില സഹോദരിമാര് സാക്ഷിക്ക് എഴുന്നേക്കും പോലെ നല്ലവനും നല്ലവനും വിശ്വസ്തനും പിന്നെ ഒരു കറക്കും ഹല്ലേലൂയ, അത്ര നീട്ടണോ കുഞ്ഞമ്മേ? അപ്പൊ അങ്ങനെ പറയുന്നത് റോമാക്കാർക്ക് ഇഷ്ടമല്ല. ഷോർട്ടായിട്ട് പറയണം, സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത മർക്കോസ് പറഞ്ഞത് വിരിച്ചൊരുക്കിയ വന്മാളിക. മർക്കോസ് 14:15. ആ പദവൊന്ന് വായിച്ച ദൈവദാസനെ 14:15. അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിക്കും. കണ്ടോ? അവർ വിരിച്ചൊരുക്കിയ വന്മാളിക. വേറെ ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത് ഫർണിഷ്ഡ് റൂം എന്ന, അപ്പർ റൂം എന്ന, സ്റ്റാൻഡേർഡ് ആയ ഒരു റൂം. അപ്പം യേശുവും ശിഷ്യന്മാർ ഈ പട്ടണത്തിൽ, നഗരത്തിൽ വിരിച്ചൊരുക്കിയ വന്മാളികക്കകത്ത് കയറി. ഓടിച്ച് പറയാ, ഈ വന്മാളികക്കകത്ത് ശിഷ്യന്മാർ യേശു കൊണ്ട് കയറിയപ്പോൾ അന്തം വിട്ടുപോയി ശിഷ്യന്മാർക്ക്. കാരണം പറയാ, ഈ പട്ടണത്തിലെ വലിയ വീട് എന്തിയോ, വീട് കണ്ടിവരുടെ അകവാട് വെട്ടി. കാരണം സ്വാഭാവികം, ഇവരും പലരും മുക്കുവന്മാരാണ്. അപ്പൊ മുക്കുവന്മാരെ കടപ്പുറത്തുള്ളവരും മീനെ പിടിച്ചവരും വള്ളത്തെ കയറിയവരും വല നന്നാക്കിയവരും ഒക്കെ ഈ സാധാരണക്കാര്, പഠിപ്പില്ലാത്തവര് സാധാരണക്കാരാണ് ഇവരെ പട്ടണത്തിൽ വീട്ടിൽ കയറിയപ്പോൾ ഈ വീടും എല്ലാം കൂടെ കണ്ട അകവാട് വെട്ടിപ്പോയി. അകവാട് വെട്ടിയപ്പോ എന്റെ ചിന്തയാണ്, തോമാച്ചൻ ഏതാ ഇന്ത്യ വന്നെന്ന് പറയുന്ന പള്ളി വന്നില്ല, അത് വേറൊരു വിഷയം, വന്നെന്ന് പറയുന്നു. ഏത് തോമായാന്ന് ഇപ്പൊ സംശയം. തോമ പലതും ഇവിടെ വന്നല്ലോ. അപ്പോ ആ ഏതെങ്കിലും ഒരു തോമയാണ്. അപ്പൊ ഇന്ത്യ വന്ന തോമ, ആ തോമാച്ചനോട് അന്ത്രയോസിനോട് പറഞ്ഞ, അന്ത്രാപ്പ ഭയങ്കരം വീടാന്ന് പറഞ്ഞു. അപ്പൊ അന്ത്രയോസ് പറഞ്ഞ, ഞാനും വന്നപ്പം മുതലിങ്ങനെ നോക്കുകയാണ്. പിന്നെ വേറൊരു പുള്ളി പറഞ്ഞ, നമ്മുടെ പുള്ളിയുടെ കൂടെ കൂടിക്കൊണ്ട് ഇത് കാണാനെങ്കിലും പൊത്തല്ലോ പറഞ്ഞാൽ ലൈറ്റ് എല്ലാം വെളിയിലെത്തയ, അതിൽ സൂക്ഷ്മം വെളിയിലെത്തയ, കാർപ്പറ്റുകളൊക്കെ വെളിയിൽ നിന്ന് ചവിട്ടും നമ്മൾ നല്ല പതാന്നിരിക്കുന്നു, അതും വെളിയിലെത്തയ, സെറ്റി വെളിയിൽ നിന്ന് കൊണ്ടത് എനിക്കും നല്ലതാന്ന് പോകാൻ പറഞ്ഞു. എല്ലാം ഒരുത്തം പറഞ്ഞ്, ഏതായാലും നമ്മുടെ പുള്ളിയുടെ കൂടെ കൂടിയോണ്ട് ഇത് കാണാനെങ്കിലും
അതാ നമുക്കുള്ള ഭാഗ്യം. യേശുവിനെ കണ്ടതാ നിന്റെ ഭാഗ്യം. നിന്റെ അരാജകത്വം മാറിയത്, പരാജയം മാറിയത്, നിരാശ മാറിയത്, ക്ലേശം മാറിയത് യേശുവിനെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാൻ, രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കൊണ്ടോ, കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, കീഴ്വഴക്കം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, മാമൂല് കൊണ്ടോ, പൗരോഹിത്യം കൊണ്ടോ, പാരമ്പര്യം കൊണ്ട് രക്ഷപ്പെടത്തില്ല. ഇന്ന് രാത്രി രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ മാർഗം, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരും രക്ഷയില്ല. യേശുവിനെ കണ്ടതാണ് നമ്മുടെ ഭാഗ്യം. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, നമ്മുടെ പുള്ളിയോട് കൂടി ഇത് കാണാൻ ഓരോരുത്തം പറഞ്ഞു, പെട്ടെന്ന് കണ്ടോ, അധികം നാളൊന്നും കണ്ടോണ്ടിരിക്കാൻ ഒക്കുകയല്ല. അതിനാ പുള്ളി ഇത് മുറിച്ചു നേരെ ഉദ്യമലേക്ക് പോകും. അപ്പൊ ആ പുള്ളി ഇവിടെ നിറങ്ങുമ്പോൾ നമ്മളെ ഇതിനകത്ത് നടക്കും. പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളും 10 മിനിറ്റ് ഇതിനകത്ത് കയറി ഇരിക്കുക. അതാണല്ലോ നമ്മുടെ ഭാഗ്യവും. ഞാൻ എൻ്റെ സാക്ഷ്യം പറയും, യേശുവിനെ കണ്ടതാ ഭാഗ്യം. യാതൊരു യോഗ്യതയും അർഹതയും യാതൊരു ഗുണമില്ലാത്ത ഞാൻ യേശുവിനെ കണ്ടതായ എൻ്റെ ഭാഗ്യം. ഈ പുസ്തകം എടുത്തതായ എൻ്റെ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അവനെ കണ്ടാണ് നമ്മുടെ ഭാഗ്യം. വിസ്തരിക്കാൻ നേരമില്ല. അപ്പൊ ശിഷ്യന്മാർ ഇങ്ങനെ അയച്ചത്. അപ്പൊ ഒരു ശിഷ്യൻ പറഞ്ഞു, ആ ഏതായാലും തോമാച്ച, നമുക്ക് ഇത്ര വീടെല്ലാം കാണാനേ പറഞ്ഞിട്ടുള്ളൂ, ഇത്ര വീട്ടിലൊന്നും നമുക്ക് പാർക്കാൻ ഒക്കത്തിൽ. ഇങ്ങനെ വീട് കണ്ട് ഇവരുടെ ഹൃദയം കലങ്ങി, വീട് കണ്ട് കലങ്ങി ഞാൻ തെളിയിക്കാൻ പോവുക. 14:1 വീട് കണ്ടാ കലങ്ങിയത്. 14:1 വായിച്ചേ. ആ മൈക്ക് കൂടെ വായിച്ചോ. 14:1 യോഹന്നാൻ. വീട് കണ്ടാ കലങ്ങിയത്. 2 ദിവസം കഴിഞ്ഞിട്ട് 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം. അപ്പൊ ഭവനത്തെ പറ്റി, വാസസ്ഥലത്തെ പറ്റി പറയാൻ കാര്യം, അവർ ഈ വീട് കണ്ട് ഹൃദയം കലങ്ങി. അത് കർത്താവ് കണ്ടേച്ച് പറഞ്ഞ, ഇത് കണ്ട് കലങ്ങരുത്, ഇതിലൊക്കെ മെച്ചമുള്ളൊരു വീട് അവിടെ ഉണ്ട്, അതൊരുക്കാൻ ഞാൻ അങ്ങോട്ട് പോവാം. ഈ വീട് മണ്ണ് കൊണ്ടുള്ളത്, കമ്പി, കത്തിലക്കാരുടെ കമ്പി, മെറ്റല, സിമെന്റ്, കുമ്മായം, പശ, ഇതൊക്കെ കുട്ടി അടിച്ച വീട്. ഇതെല്ലാം പപ്പടം പൊടിയും പോലെ പൊടിയും. ഈ വീടിന്റെ കാര്യമല്ലേ. ഇതും പോകും, ഇപ്പോഴല്ല. ഇത് മുഴുവൻ നശിക്കും. സകലതും ചുട്ടരിയാനിരിക്കുക. ഇത് മുഴുവൻ പോകുക. അരിയാത്ത, ഒഴിഞ്ഞു പോകാത്ത, നിലനിൽക്കുന്ന ഒന്നുണ്ട് അവിടെ. അതൊരുക്കാൻ അവനങ്ങോട്ട് പോകുക. അങ്ങനെ നമ്മുടെ കർത്താവ് പറഞ്ഞു പോയി, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ. അപ്പൊ യേശു ക്രിസ്തു വരുമെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ് കർത്താവ് പറഞ്ഞേച്ചാ പോയത്. ഇനി ഓടിച്ച് പറയാൻ രണ്ടാമത്തെ തെളിവ് അഭിവാചകം പോലെ പറയാം. രണ്ടാമത്തെ തെളിവ് വായിക്കാൻ നേരമില്ല. നമ്മുടെ മിശിഹാ പുരാൻ ജനിക്കുന്നതിന് 6 മാസം മുമ്പ് നസറേത്തിൽ ഒരു ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ട അമ്മയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോ ദൂതൻ പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ ദൈവത്തിന് നിൽക്കുന്ന ഗബ്രിയേല. അപ്പൊ മറിയ പേടിച്ചറിഞ്ഞപ്പോ ദൂതൻ പറഞ്ഞു, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. അപ്പൊ മറിയ പിന്നെ അരണ്ട് പേടിച്ചെങ്കിലും മറുപടി തിരിച്ചു ചോദിച്ചു, പുരുഷനെ അറിയാൽ ഇതെങ്ങനെ സംഭവിക്കും? മറുപടി, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, പിന്നെ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നെടലിടും. ഈ 2 ശക്തികൾ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ പുരുഷപ്രജ ഉരുവാകും. മത്തായി പറഞ്ഞത്, അവൻ മാനവജനതയെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേരിടണം. ഈ കാര്യം പറഞ്ഞു ദൂതൻ അങ്ങ് പോയി. പറഞ്ഞതുപോലെ മറിയ ഗർഭവതിയായി. ഉദരത്തിൽ കുഞ്ഞുരുവായി, വചനം ജഡമായി, ഉദരത്തുരുവായി, പ്രസവകാലം തികഞ്ഞ്. കണക്ക് തെറ്റിയൊന്നുമല്ല ക്രിസ്തുവിനെ കൃത്യത്തിനാ പ്രസവം നടന്നത്. കണക്ക് തെറ്റി വന്ന പല പുള്ളിക്കാരുമുണ്ട്, കണക്ക് തെറ്റി പോയ പുള്ളിക്കാരുണ്ട്, പോകാതെ വന്നപ്പോൾ ഏതാണ്ട് ഒപ്പിച്ച് വിട്ട പുള്ളിക്കാരുമുണ്ട്. അതൊന്നും ഞാൻ നാളെ ഉള്ളത് കൊണ്ട് പറയുന്നില്ല. കാര്യമൊക്കെ അറിയും. യേശു കൃത്യത്തിനാണ് ജനിച്ചത്. കാലസമ്പൂർണത കന്യാസൂര്യമായിട്ട് അവൻ ഇവിടെ അവതരിച്ചു. അപ്പൊ യേശു കണക്കിലാക്കുന്നത് കൃത്യത്തിനാണ്. കൊരിന്ത്യരുടെ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവാകുന്ന യേശു തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം 3-ന്റെ അന്ന് ഉയർത്തു. ഞാനിങ്ങനെ പറയാം, തിരുവെഴുത്തുകൾ പ്രകാരം ജനിച്ചു, തിരുവെഴുത്ത് പറഞ്ഞ പോലെ ജീവിച്ചു, തിരുവെഴുത്ത് പറഞ്ഞ പോലെ ശുശ്രൂഷിച്ചു, തിരുവെഴുത്ത് പറഞ്ഞ പോലെ മരിച്ചു, തിരുവെഴുത്ത് പറഞ്ഞ പോലെ ഉയർത്തു, തിരുവെഴുത്ത് പറഞ്ഞ പോലെ വീണ്ടും മരിച്ചു. അപ്പൊ കന്യാസൂര്യമായി യേശു അവതരിച്ചു. നമ്മുടെ കർത്താവ് അവതരിച്ചു, തൈരും തേനും കൊണ്ട് ഉപജീവിച്ചു. 12-ാമത്തെ വയസ്സിൽ പരീക്ഷന്മാരുടെ നാവടക്കത്തക്ക നിലകൾ ന്യായപ്രമാണം എടുത്ത് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അമ്പോ ഇവൻ എന്തൊരു 12-ാം വയസ്സിൽ യേശുവേ നീ ആ തന്തതല്ല ജോഡോരോ മിച്ചിജാഗേനം. 12-ാം വയസ്സിൽ യേശുവേ നീ തന്തതല്ല ജോഡോരോ മിച്ചിജാഗേനം. നമ്മളീ പാതിച്ച പിന്നെ ജാത്രി വൈദ്യരോട് ധർമ്മഭാഷമെന്ന
ശാസ്ത്രം നാവടച്ചു. 30-ാം വയസ്സിൽ യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. അതാ ശരിയായ സ്നാനം. മറ്റവർ പറയാതെ സ്നാനം ശരിയല്ല, നിന്നെ കളിപ്പിക്കുക, കൊടയുക, തളിക്കുക, കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക, കൊച്ചമ്മയെ നിന്നെ കളിപ്പിക്കുക, നിന്നെ നിന്റെ കൊച്ചിനെ അവര് കളിപ്പിക്കുക. ഞാൻ ക്രൈസ്തവ പാരമ്പര്യം എനിക്കില്ലല്ലോ. അമ്പലത്തിൽ പോയ ഞാൻ വേറെ പുസ്തകം അടിച്ചപ്പോൾ മനസ്സിലായി അത് കൊടയിൽ നിന്നൊക്കെ കള്ളത്തിന് കാണുന്നു. നിന്നെ അവര് കളിപ്പിക്കുകയാണ്. എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയൊന്നും ചെയ്യരുത്. എത്ര നാളായി നിന്നെ അവര് കളിപ്പിക്കാൻ പറ്റൊക്കെ. ഞാൻ നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരാം. വെള്ളത്തിൽ മുങ്ങണം, അതാ ശരിയായതിനാണ്. ഇതെല്ലാം നേരം വിളിക്കുന്നത് വരെ അങ്ങ് പ്രസംഗിക്കാൻ തോന്നുക. ഞാൻ കുറച്ചുകൂടെ പ്രസംഗിച്ചാൽ നിങ്ങൾ കുറച്ച് പേരോട് ഇരിക്കും. പിന്നെ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയാം അയാൾക്ക് അത്രയും സമയം എടുക്കേണ്ട കാര്യമൊന്നും അത് മേടിച്ച് അടിപ്പാങ്ങുന്നത്. എന്നാലും ഇച്ചിരി പറഞ്ഞു നിർത്തുന്നുള്ളൂ. പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞ കർത്താവ് വെള്ളത്തിൽ തന്നെ സാധാ ശരിയായ സ്നാനം. കുടയുന്നത് തെറ്റാ, അച്ചോ കുടയുന്നത് തെറ്റാ. നാട്ടുകാരെ കളിപ്പിക്കരുത്. ഇന്ന് രാത്രി മാനസാന്തരപ്പെട, വെള്ളത്തിൽ ഒന്ന് സ്നാനപ്പെടണം. അതാ വേദപുസ്തക സ്നാനം. വെള്ളത്തിലിറങ്ങി യേശു മാതൃക കാണിച്ചു. സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്ത് വന്നു നാഥൻ നമുക്ക് മാതൃകയാ തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാ തന്നെ തുടർന്നു പോകുക. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറയാൻ, ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറയാൻ. ആത്മാവ് വെള്ളമതും പിന്നീട് ശോണിതവും ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം പതിപതി സമയേ. പാടാൻ നേരമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു സ്നാനപ്പെട്ടു. 40 ദിവസം പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞു. 40 ഉപവസിച്ചു, പിശാചിനെ ജയിച്ചു, നാടിന് നന്മ സുവിശേഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികൾക്കെല്ലാം സഭിക്കും, നാനാ വ്യാധികളാലും ബാധകളാലും വരഞ്ഞവരെ യേശു സുഖപ്പെടുത്തി. സ്തോത്രം. ഇവരെ കാണിക്കുന്ന രോഗശാന്തിയൊന്നുമല്ല, അതെല്ലാം വെള്ളത്തില. യേശുവിനൊക്കെ വന്ന എല്ലാവർക്കും സഭിക്കാം. ഇപ്പോഴൊക്കെ 1-2 പേരെ സഭിക്കമാകും. അവരെ വെച്ച് അയ്യന്മാരി പരിപാടി മുഴുവൻ നടത്തണ്ടേ. 10 പേര് വന്നാൽ 8 എണ്ണം സഭിക്കമില്ലാതെ പോകും, 2 എണ്ണത്തിന് കിട്ടും. അവരെ വീഡിയോ കാണിക്കും. ഞാൻ വല്ല കുഴപ്പം പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, യേശുവിന്റെ അടുക്ക ചെന്ന സകല ആൾക്കാരുടെ സഭിക്കാം. വന്ന ഒറ്റ എണ്ണം വെറുതെ പോയില്ല, മുഴുവനുണ്ടോ. പിന്നെ പാട്ട് വരിക. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പാപൻ കാഴ്ചയും നൽകി. മറ്റജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത് മൃതരോരയ്യായിരം ജനം. 5 അപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളൻ. വന്നവർക്കെല്ലാം സൗഖ്യം, മുഴുവൻ ആൾക്കാർക്കും. ആരും നന്ദിയില്ലാത്തവനും സൗഖ്യം കൊടുത്തല്ലോ. 10 കുഷ്ഠരോഗി 10-നും ഒരുത്തനെ ഉള്ളവരെന്ന് ഗുണം വന്നവൻ അവൻ വന്നത്. എന്നാലും മറ്റവൻ നമ്മളാണ് കൊടുത്തത്, പിന്നെ തിരിച്ചിങ്ങെടുക്കും. അത് നമ്മളാണല്ലേ കൊടുക്കുന്നത്. സ്തോത്രം. യേശു അവന് ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ദൈവത്തിനില്ലെന്ന്. വന്നവർക്കെല്ലാം സഭിക്കും. നമ്മുടെ കർത്താവ് സൗഖ്യദായകനായി ഉടനീളം സഞ്ചരിച്ച് നാനാ വ്യാധികളാലും ബാധകളാലും വരെ സഭിക്കപ്പെടുന്ന ഒടുവിൽ തിരുവെടുത്ത് പറഞ്ഞ പോലെ കഷ്ടം ശ്രദ്ധിപ്പാൻ ദൈവഗതമായതുകൊണ്ട് അന്ത്യത്താഴം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഗിദ്രോത്തോട് കിടന്ന് ഒലിവലയിൽ കയറി പ്രാർത്ഥിക്കുന്ന വേളയിൽ രക്തമെല്ലാം വിയർപ്പതുള്ളിയായി വീണ് ഒടുവിൽ യൂദയുടെ ഒത്തിക്കൊടുപ്പിനാൽ വാളും വടിയും തീപ്പെട്ടി പന്തകളുമായി പടയാളികൾ വന്ന് യേശുവിനെ പിടിച്ചു കെട്ടി, കള്ളനെ കൊള്ളക്കാരനെ കൊണ്ടുപോകുന്നില്ല പിടിച്ചു കെട്ടി. അന്ന് രാത്രി 6 കോടതി മാറി വിസ്തരിച്ചു. 3 മതകോടതി, 3 സിവിൽ കോടതി മിശിഹായെ വിസ്തരിച്ചു. 6 കോടതി മാറി വിസ്തരിച്ചിട്ട് ക്രിസ്തുവിൽ ഒരു കുറ്റവും കണ്ടില്ല. പാപമില്ലാത്ത മനുഷ്യൻ. പീലാത്തോസ് തിരിച്ചു മറച്ചും വിസ്തരിച്ചു, കുറ്റമില്ല. അന്നാസും കയ്യപ്പ അമ്മായിപ്പനും അനന്തരനും വട്ടം നിന്ന് മാറി വിസ്തരിച്ചു, യാതൊരു കുറ്റവും കണ്ടില്ല. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൂശിക്കടന്ന കള്ളം പറഞ്ഞവൻ നീതിമാനാണ്. നമ്മൾ ദോഷം ചെയ്തേച്ച് ക്രൂശ കയറി, ഇവനൊരു ദോഷവും ചെയ്തിട്ടില്ല. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് രാത്രി ദർശനവും വിമർശനം വന്നിച്ച് പിറ്റേന്ന് വന്ന് പറഞ്ഞു, നീതിമാന് ദോഷമായിട്ടൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവിന്റെ മരണസമയത്ത് ഭൂതലമിളകി, പാടപടർന്നു, പ്രാണിളകി, യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മേളീന്ന് അങ്ങോട്ട് ചിന്തി, കല്ലറയൊക്കെ തുറന്നു, ചിലരൊക്കെ പ്രത്യക്ഷപ്പെട്ടു. സൂര്യൻ കരിമ്പടം പോലെ കൊണ്ട് നിറത്തു. 4-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് കൂടിയിട്ട് എന്നിവൻ ആകെ പ്രശ്നം. പിന്നെ പാട്ട് വരുന്നു. കോയിക്കലത്തെ ഷൗമേല സാറ് പണ്ട് പാടി, പറവിളർന്നു പാരിളകന്നു പാവനമൃതുരുയിരാർന്നക
കിറുകയായി തിരുശീലയൻ തൻ മൃതി നേരം സൂര്യനിരുണ്ട് പോയി. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനേ തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ. ആ കല്ലിച്ചതല്ലേശം കാണുന്നില്ലേ മനുഷ്യനിലെന്നുര ചെയ്തതാൻ. കല്ലിച്ചതല്ലേശം കാണുന്നില്ലേ മനുഷ്യനിലെന്നുര ചെയ്തതാൻ. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതി മാത്രം ഭൂമി അത്ഭുതം. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതി മാത്രം ഭൂമി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ ഇത്ര മഹാനായ ഉത്തമനാതു പൊരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മഹാനായ ഉത്തമനാതു പൊരുത്തനെ ഉലകിൽ കാണുമോ? ഊനമില്ലാത്ത ക്രിസ്തു ആടുകൂടത് വിസ്തരിച്ചിട്ട് പാപവും കുറ്റവും കണ്ടില്ലെങ്കിൽ ജനത്തിന്റെ ആരമാരോ കോറമത്തം യേശുവിനെ ക്രൂശിച്ചു. ആ പണ്ടപ്പാട് സഹിച്ച് മുൾക്കിരേണ്ടതാരിയായി രോമമെല്ലാം മുഖത്ത് രോമം പിടിതെടുക്കപ്പെട്ടവനായി നീര് വെച്ച് വീർത്ത് വിരുദ്ധമായി കണ്ടാൻ ആണൽ മൂന്നുമാണ് വിരുവുമായി ചാട്ടപാടിന്റെ ഘോരമായി പ്രകടമേറ്റ് ഉടവയാല് പോലെ മോദക നീളത്ത് കീഴിൽ ഈ അസ്ഥികളൊക്കെ തെളിഞ്ഞു. മാംസം പറഞ്ഞു പോന്നിട്ട് അസ്ഥി തെളിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ അസ്ഥികളൊക്കെ എണ്ണാമെന്ന്. വിസ്തരിക്കാൻ നേരമില്ലല്ലോ. ഇങ്ങനെ കഷ്ടം സഹിച്ച ക്രിസ്തു പീലാത്തോസിനെ കത്തള മുതൽ കാൽവറി വീണുവരെ പച്ചപ്പയും വരെ കുരിശെടുത്ത് വീണും വീഴ്ചും പറച്ച് കാൽവറിയുടെ വിരിമാറിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3 കാരിപ്പാണികൾക്ക് നീര് വെച്ച സ്വന്തോളിച്ച് പ്രാണന വിട്ടു. പ്രാണൻ പോലെ നുറവ് വരുത്തുവാൻ വിരാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. മരിച്ച നുറവ് വരുത്തിയ അരിമത്യക്കാരൻ യോസേപ്പിന്റെ കല്ലറയ്ക്കകത്ത് പീലാത്തോസിന്റെ അനുമാനത്തോടെ നമ്മുടെ മിശിഹായുടെ തിരുശരീരം ക്രൂശി മറക്കി 100 രാത്രി സുഗന്ധക്കൂട്ടള നിർമ്മല ശീലയ്ക്കകത്ത് പൊതിഞ്ഞ് ആ പരിശുദ്ധന്റെ അവയുടെ ഡെഡ് ബോഡി പൊതിഞ്ഞ് ആ അരിമത്യക്കാരൻ യോസേപ്പിന്റെ കല്ലറയ്ക്കകത്ത് അതും തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവന്റെ മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ അകത്ത് വെച്ച് കല്ലറ വെച്ചു, കല്ലടച്ചു, മുദ്ര വെച്ചു. 100 പടയാളികളെ കാവലപ്പെടുത്തിയെന്ന ചരിത്രം. 100 പടയാളി കാവലത്തെ ഏർപ്പെടുത്തിയിട്ട് പൗലോസ് പറയാ തിരുവെടുത്ത് പറഞ്ഞ പോലെ അവൻ 3ന്റെ അന്ന് ഉയർത്തു. കല്ലറ തുറന്നവൻ വയറിയെ തകർത്ത്, കല്ലറ തുറന്നവൻ വയറിയെ തകർത്ത് വല്ലഭനായവനെ പ്രത്യക്ഷമായിട്ട് പൗലോസ് പറഞ്ഞ കേവാവിനെന്ന അതൊരു വിഷയം തെളിയിക്കാനാണ്. അപ്പൊ ആദ്യം മറിയച്ചു, പിന്നെ കേവാവിന്, പിന്നെ പന്തിര് വരട്ടെ, പിന്നെ പതിനൊരു വരട്ടെ, പിന്നെ അമ്മവസി പോലെ, പിന്നെ കടക്കടി വെച്ച്, പിന്നെ മുറി കളച്ചിട്ടപ്പോ, പിന്നെ തോമസ് ഉണ്ടപ്പോ, പിന്നെ ചേട്ടൻ പേർക്ക്, പിന്നെ 500-ലധികം പേർക്ക് പൗലോസ് പറഞ്ഞ ഒടുവിൽ അകാലം പറഞ്ഞവരുള്ള എനിക്കും പ്രത്യക്ഷപ്പെട്ട് ഏതാണ്ട് 40 ദിവസം യേശു പ്രത്യക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ ബഥാന്യെ കൂട്ടുക. അതുകൊണ്ടാണ് ഈ 40 ചില ആൾക്കാർ ഇടപാട് അതെല്ലാം ഒരുക്കിയിട്ട് 40 ദിവസം വല്യപ്പൻ ഇവിടെ ഉണ്ടെന്ന് അയാൾ പണ്ടേ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ച നിന്റെ തൊഴിലുമുണ്ട്. അപ്പം പണ്ടേ തീരുമാനിച്ച എൻ്റെ പെണ്ണോടെ എന്നെ അങ്ങ് ലില്ലിക്കുട്ടി എന്നോട് കണ്ടമാനം പെടുന്നത് എന്നെ എത്രയും പെട്ടെന്ന്. അന്നേരം അപ്പച്ചൻ പറഞ്ഞ ലില്ലിക്കുട്ടി പറയും അപ്പച്ചൻ പിന്നെ ഇവിടെ 40 ഉണ്ടെന്ന്. അപ്പൻ എന്നെ പോയി എവിടാന്നുള്ളത് ഞാൻ പിന്നെ പറയും. ഒരു 40 ഇവിടെ ഇല്ല. യേശു 40 ദിവസം പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷത്തിന് കൂടി ഇവരെല്ലാം കൂട്ടി ബഥാന്യോളം തൊണ്ടിയെന്ന് അവർ നോക്കി നിൽക്കുമ്പോൾ അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, പ്രവൃത്തി 1 അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുമ്പോൾ യേശു മേപ്പോട്ട് പോയി വായില് അത് വായിച്ചിട്ട് പ്രസംഗം നിർത്തുക. സമയം പോയത് കൊണ്ട്, വിഷയം തീർന്നിട്ടല്ല, സമയം പോയത് കൊണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ എല്ലാം വായിക്കണം. 10 മുതൽ വായില് ചടേന്ന് വായിക്കണം. അവിടെ അല്ല മൈക്കിൽ കൂടെ അവർ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അപ്പോൾ അന്ത്യകൽപ്പന കൊടുക്കാൻ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അവരെ നോക്കി നിൽക്കുമ്പോ മേപ്പോട്ട് പോകയാ. അന്ത്യകൽപ്പന എത്രയാ? സ്നാനപ്പെടണം, വെള്ളത്തിൽ മുങ്ങി, പിതാവിന്റെ പുത്രന്റെ യേശുനാമത്തിൽ മുങ്ങരുത്, ഇല്ല തോർത്തിന്റെ കീഴിൽ പോയി നിൽക്കരുത്, സാൽവേഷൻ ആറിന്റെ തോർത്ത് കൊടുക്കീഴ്. തൃത്വം യേശു നാമമല്ല, പിതാവിന്റെയും പുത്രന്റെയും
അപ്പൊ ഈ നാം യേശുനാമക്കാരെ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ മുങ്ങുന്ന ഒറ്റ വാക്യമില്ല. മുങ്ങിയിടത്തെല്ലാം കർത്താവായ യേശുവിന്റെ നാമം, കർത്താവ് എന്നുള്ള പ്രയോഗമുണ്ട്. വേറെ ഭാഗത്ത് യേശു ക്രിസ്തുവിന്റെ നാമം, ക്രിസ്തുവുണ്ട്. അപ്പൊ തൃത്വമാണ്. യേശുവിന്റെ നാമത്തിൽ മുങ്ങിയെന്ന് വേറെ പത്രത്തിൽ ഒരൊറ്റ വാക്യമുണ്ട്. അതിന്റെ ഉപദേശം അത് ആചാര്യം പിടിക്കും. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു. യേശു എന്നൊരു പദമില്ല. അതുപോട്ടത് ഞാൻ കണ്ണനം കൊടുക്കേണ്ടത് കൊടുത്തോളാം. ഇവിടെ ഇപ്പൊ തന്നിട്ടും കാര്യമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ തൃത്വനാമത്തിൽ മുങ്ങണം. 5 കൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുമ്പോ യേശുവിനെ പോട്ട് ഒന്നുകൂടെ വായിച്ച കർത്തദാസനെ. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് അല്ല, മേലോട്ട് കയറ്റി വായിക്കണം. ഇത് പറഞ്ഞ ശേഷം ഇത് പറഞ്ഞ ശേഷം ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. മേലോട്ട് പോവുക. മേഘം അവനെ മൂടി. അല്പം കൂടെ മുകളിലോട്ട് കയറ്റി 2 വാക്യം വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലെല്ലാം ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ഇത് പറഞ്ഞ ശേഷം അവർ ആരോഹണം ചെയ്തു. കാണാതെ പോയ ആന കള്ളപ്പുള്ളി അല്ല, ക്രിസ്തു കണ്ടോണ്ട് അങ്ങോട്ട് പോയത്. ചില ആൾക്കാർ പോയത് ആർക്കും അറിയാൻ പറ്റില്ല, പോയെന്ന് അറിയാം, ഇവിടെ ആണെന്ന് അബദ്ധം അറിയാൻ പറ്റില്ല. ഇതങ്ങനൊന്നുമല്ല, ക്രിസ്തു കണ്ട് പോകുക. അവർ നോക്കി നിൽക്കുമ്പോൾ അവർ കാങ്കെ അവൻ ഒരു മേഘം അവനെ മൂടിയിട്ട് അല്ല, അവർ കാങ്കെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് പറഞ്ഞു. അവൻ പോകുന്നേരം അവർ നോക്കി നിൽക്കുമ്പോ യേശു മേപ്പോട്ട് പോകയാ. അങ്ങനെ മേപ്പോട്ട് പോയി അങ്ങനെ മേലോട്ട് യേശു പോകുമ്പോൾ ശിഷ്യന്മാര് കീഴെ നിന്ന് മേലോട്ട് ഇങ്ങനെ നോക്കുക യേശു പോകുന്നത്. പിന്നെ പാട്ട് വരുന്നു. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ ചരണമുയർന്നു ഗഗനേഗതനായി അതനരികിലമർന്നു താൻ. ചരണമുയർന്നു ഗഗനേഗതനായി അതനരികിലമർന്നു താൻ. നോക്കി നിൽക്കുമ്പോൾ മേപ്പോട്ട് പോവുക. അപ്പൊ മേപ്പോട്ട് പോകുന്ന യേശുവിനെ ഇവര് കീഴെ ഇങ്ങനെ നോക്കി. അങ്ങനെ നോക്കിയപ്പോ ഒരു മേഘം വന്ന് മൂടി അവനെ മറച്ചു. അവൻ അവരുടെ കാഴ്ചക്ക് മറന്നു. അടുത്ത വാക്യം. അവരാകാശത്തിലേക്ക് വിട്ടു നോക്കുമ്പോൾ അവരവരുടെ കാഴ്ചക്ക് മറഞ്ഞു. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അല്ലെന്നേ, അത് അവിടെ മുതലുമായില്ലേ. അവരവരുടെ കാഴ്ചക്ക് മറഞ്ഞു. ഇനി അവൻ പോകുന്ന നേരം അവൻ ആകാശത്തേക്ക് ഉറ്റു നോക്കുമ്പോൾ ആ മൈക്ക് കൊടുത്ത് വായിച്ചത് യുവദാസനെ. അവൻ പോകുന്നേരം അവൻ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷൻ. ഏറായി 2 പുരുഷന്മാർ. വ്യാഖ്യാനിക്കാനൊക്കെ പലതുണ്ടെങ്കിൽ 2 പുരുഷന്മാര് വേറെ ആരുമല്ല, 2 ദൂതന്മാരാ. ലൂക്കോസും യോഹന്നാനോട് ചേർത്ത് പഠിച്ചാൽ ഇത് 2 ചെലി പറയുന്ന മോശയാണ്, ഏലിയാവാണ്. ഇതുങ്ങളൊന്നുമല്ല, ദൂതനാ. 2 ദൂതന്മാർ. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ. പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അവിടെ ഒരു ചെറിയ ഉളുക്കുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു. അതിനാ ഈ യേശു എന്ന് പറയാൻ കാര്യം, വേറെ യേശു ഉണ്ട്. വേറെ യേശുവിനെ കൊണ്ട് ആൾക്കാർ വരുമെന്ന്. അതിലൊരുത്തൻ ആ സാജിത്ത് വേറെ യേശുവിനെ കൊണ്ട് അവൻ വന്നല്ലോ. നമ്മുടെ പല പുള്ളിക്കാരോടെ പോയി പമ്മിയച്ചും വന്നല്ലോ. സ്തോത്രം. വേറെ യേശുവിനെ കൊണ്ട് വരും. തെളിവ് 2 കൊരിന്ത്യർ 11:4. വേറെ യേശുവിനെ കൊണ്ട് വരും. ബൈബിൾ 2 കൊരിന്ത്യർ 11:4. ചടയെന്ന് വായിച്ചു. 11:4 2 കൊരിന്ത്യർ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ. അപ്പൊ വേറെ യേശുവായിട്ട് ആള് വരും. അതെല്ലാം നാളെ വരുന്ന പുള്ളി പറയും. ഞാനിപ്പോ ഒരുക്കിയിട്ടേച്ച് അങ്ങോട്ട് പോവാൻ നാളെ പറയും. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. പണ്ട് തരുന്ന യേശു, കാറ് തരുന്ന യേശു, ലോഡ് തരുന്ന യേശു, ഇപ്പൊ തരുന്ന യേശു, അപ്പം തരുന്ന യേശു, അപ്പം തരുന്ന യേശു. വേറെ യേശുവിനെ കൊണ്ട് വരും. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. പോട്ടെ, വിവരിക്കാൻ നേരമില്ല. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ. അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ വീണ്ടും വരും. നമ്മുടെ കർത്താവ് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. 1ാമത്തെ തെളിവ് മിശിഹ പറഞ്ഞാ പോയേക്കുന്നു.
രണ്ടാമത്തെ തെളിവ്, ജനിക്കുന്നതിന് 6 മാസം മുമ്പ് ഒരു ദൂതൻ വന്ന് പറഞ്ഞു, മറിയെ അവൻ ജനിക്കുമെന്ന് പറഞ്ഞു. സൂക്ഷം ജനിച്ചു. അവൻ പോകാൻ നേരത്ത് 2 ദൂതൻ പറഞ്ഞു, പോയതുപോലെ അവൻ വരും. ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടന്നെങ്കിൽ 2 ദൂതൻ പറഞ്ഞ കാര്യം നടക്കാതിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമേറിയ പ്രത്യാശ! ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്, അതൊന്നും പറയാൻ ഇപ്പം നേരമില്ല. ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞ് ചിലരൊക്കെ ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി സമയമായി. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ പ്രമാണത്തിനും ഉപദേശത്തിനും വിശുദ്ധ ജീവിതത്തിനും ഉയരു പോകേണ്ടി വന്നാൽ ഉപദേശത്തിനും ആമേൻ വിശുദ്ധ ജീവിതത്തിനും വേണ്ടി നിന്ന് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടാതെ എടുക്കപ്പെടണം. കർത്താവിന്റെ വരവിൽ പോകാൻ ഒന്ന് മാനസാന്തരപ്പെടണം. യേശുവിനെ രക്ഷിതാവായി ചേരണം. കുടുംബത്തിൽ രക്ഷിച്ചുകൊണ്ടോ, കുരിശുതൊട്ടി പറഞ്ഞതുകൊണ്ടോ, പള്ളി വെച്ച് കൊടുത്തുകൊണ്ടോ, പെന്തിക്കോസുകാർക്ക് ഗോളിന് തരം കൊടുത്തുകൊണ്ടോ പെന്തിക്കോസ് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയല്ല. രക്ഷിക്കപ്പെടുന്ന യേശുവിനെ ഉള്ളത്തിലേക്കെടുക്കണം. സ്തോത്രം. 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. തൊട്ടത്തിപ്പാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വെള്ളത്തിൽ മുങ്ങണമെന്ന് കൊടയരുതെന്നായി പറഞ്ഞത്. വെള്ളമുള്ളെടുത്ത് മുക്കാൻ ആളില്ലേ എന്നെ വിളിക്കണം, ഞാൻ നിന്നെ നല്ലവണ്ണം മുക്കും. മുങ്ങി സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പ്രാപിക്കണം. അന്യഭാഷ ശക്തിപ്പെട്ടാൽ പോലെ അന്യഭാഷ പറയണം. അവര് പറഞ്ഞ് നിന്നെന്ന് അവർക്ക് നിന്നായിരിക്കും, നമുക്ക് നിന്നിട്ടൊന്നുമില്ല. അവർക്ക് നിന്നെന്ന് നമുക്ക് നിന്നിട്ട് എനിക്ക് നിന്നിട്ടില്ല. അന്യഭാഷാ ഭാഷണം. അപ്പം നുറുക്കണം. അവൻ പറഞ്ഞ് സ്നാനപ്പെടാത്തവർക്ക് അപ്പം എടുക്കാം. അതൊക്കെ നാളെ പുള്ളി പറഞ്ഞോളൂ, ഞാനിപ്പോ കളവരിക്കാൻ പോവാം. അപ്പം നുറുക്കണം. അപ്പം കൊണ്ടുവരുമ്പോ സായിബാബ ഇരിക്കും പോലെ ഇരിക്കരുത്, അപ്പം എടുക്കണം. ചെല്ലവിനെ എന്നാ നാശപ്പുള്ളി ഒപ്പിച്ചാലും അപ്പം എടുത്തങ്ങ് പിടിഞ്ഞ് നമ്മളൊക്കെ ധ്യാനിക്കാന്ന് വീഞ്ഞു വരാൻ നോക്കിയിരിക്കാതെ ഇറങ്ങിപ്പോണ്ടായി. അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം, കൂട്ടായ്മ ആചരിക്കണം, വേർപാട് പാലിക്കണം. അവിടെ ഇവിടെ പോയാലൊന്നും കാര്യം നടക്കില്ല. ഉപദേശം, വേർപാട്, വിടേണ്ടതെല്ലാം വിടണം, ഉപേക്ഷിക്കണം, ഉപേക്ഷിക്കണം, വർജനം ആചരിക്കണം, ഭക്തികളും പ്രപഞ്ചവും വർദ്ധിക്കണം. പാരമ്പര്യത്തിൽ പ്രശംസിക്കരുത്, പഴയതെല്ലാം വിടണം. പഴയ ആചാരം, അനുഷ്ഠാനം, പാരമ്പര്യം, കെട്ടുകഥ, ഉമ്മാക്കിക്കഥ, അമ്മമ്മക്കഥ, കിഴവിക്കഥ വിട്ടേച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിൽ പോകണം. ബാക്കി പുള്ളി നാളെ പറയും നമുക്കെല്ലാം കർത്താവിന്റെ വരവിനായിട്ട്. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ചേർന്ന് പാടി ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആരാധുകളുണ്ടെങ്കിൽ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചലക്കത്തൊന്ന് ചേലോട്ടും മുഖഭാവമാദിത്യ ശക്തിയോട്ടും പ്രകാശിക്കും പോലെ നല്ല പൊടിത വെള്ളം പോലെ ഇരിക്കുന്ന ദൈവ പുത്രനെ സ്തുതിപ്പി സ്തുതിപ്പി ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി അവേ കരുണ നിറഞ്ഞ കരുണുള്ളോനവൻ കാഞ്ചനത്തിൽ തലച്ച് തലലിച്ച് അതുള്ളോ ലോകമാവ ചുമരിനെ ശിരസ് കൊണ്ടു ചുമന്നൊടി മാറി കുരിശെടുത്തുകൾ കൊണ്ടാവിൻ ഓരോനെ സ്തുതിപ്പി കൈകൾ വെച്ച്
യോഗത്തിലേക്ക് ക്ഷണിച്ച ചുമതലപ്പെട്ടവർക്കും ഈ ഭവനത്തിലുള്ളവർക്കും അതിനെ ഒത്താശ ചെയ്യുന്നവർക്കും വിശേഷിച്ച് ഈ സ്ഥലസഭയുടെ ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ സാക്കുട്ടി പാസ്റ്റർ കുടുംബത്തിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. എല്ലാറ്റിലും ഉപരി കർത്താവ്